എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. മനസ്സിലായോ? ഇവിടത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ചേട്ടനും അനിയനും തമ്മിലടി. എന്തിനാണ്? അപ്പന് കുറച്ച് സ്വത്തുണ്ട്. ആ സ്വത്തില് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. പെട്രോൾ പമ്പ് ചേട്ടനാണ് ചേട്ടനും, അല്ലാതെ എനിക്കുള്ളതാണെന്ന് അനിയനും. പിശാച് പറയുന്നു മോശയുടെ ശരീരം അത് എനിക്കുള്ളതാ, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ മൈക്കിള് പറയുന്നു അല്ല, അത് ഓൾറെഡി ദൈവം അത് പറഞ്ഞു, ദൈവം അതങ്ങ് എടുത്തു, അത് ദൈവത്തിൻ്റെതാ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ആത്മലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് നടക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇതേപോലെ നമ്മളെ സംബന്ധിച്ച് ആത്മലോകത്ത് നിരന്തര ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് ഇന്നൊരു വക്കീലും കൂടെ ഉണ്ട്. ആ വക്കീലാണ് കർത്താവായ യേശു. So in this world, you might be familiar about familial disputes regarding property. There was a case where in a father's property there was a petrol pump, and two brothers were disputing with the elder saying that it is his and the younger saying that it is his. So similarly, let me read this word, Jude 1 verse 9. But Michael the archangel, when contending with the devil, he disputed about the body of Moses. So here we are having we can see there is a dispute happening similar to the dispute between the two brothers in the human world regarding that petrol pump. There is a dispute happening in the heavenly realm, and the dispute is regarding the body of Moses. Satan is saying that the body belongs to him, but Michael is saying that God has already taken the body and the body belongs to God. So you can see there is just like the arguments that happen over here, there are disputes that is happening in the heavenly realm regarding us, and we are not usually aware of it. ഇവിടെ 4 സെക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് നിങ്ങളത് മനസ്സിലാക്കിയാലേ ഈ വിൽക്കുക വാങ്ങുക എന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു നമ്മളെ രക്തം കൊടുത്ത് വാങ്ങി. നമ്മൾ ഇവിടെ എന്തെങ്കിലും വാങ്ങുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്നു. എന്നാൽ ഇവിടെ കൊടുത്തത് പണമല്ല, രക്തം കൊടുത്ത് വാങ്ങുകയാണ്. കാരണം ആത്മമണ്ഡലത്തിൽ നിന്നാണ് വാങ്ങുന്നത്. ആത്മമണ്ഡലത്തിൽ പാപത്തിന്റെ ശമ്പളമാണ് മരണം. രക്തം ചിന്തൽ കൂടാതെ പാവമോചനം ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചെന്നിട്ട് ഇന്ത്യൻ റുപ്പി കൊടുത്ത് ഞാൻ അവർ എടുക്കത്തില്ല. കാരണം രാജ്യം മാറി. ഇതേപോലെ തന്നെ ആത്മമണ്ഡലത്തിൽ ചെന്നിട്ട് എൻ്റെ കയ്യിൽ കുറെ പണമുണ്ട്, പൈസയുണ്ട്, 500 ആണ്, എടുക്കുമെന്ന് ചോദിച്ചാൽ അവരെടുക്കില്ല. കാരണം അവിടെ വേണ്ട ആ ട്രാൻസാക്ഷൻ വേറെയാണ്. അപ്പൊ ഇതേപോലെ തന്നെ യേശു ക്രിസ്തു നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ആ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് മനുഷ്യ ജീവിതത്തിന് 4 സെക്ടർ ഉണ്ട്. അതിൻ്റെ 3ാമത്തെ സെക്ടറിലാണ് യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. 3ാമത്തെ സെക്ടറിൽ നമ്മളെ തന്റെ രക്തം കൊടുത്ത് യേശു വിലയ്ക്ക് വാങ്ങി. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെതല്ലെന്നാണോ? അതെ, നമ്മൾ ദൈവത്തിൻ്റെതായിരുന്നു. നമ്മളെ മറ്റൊരാൾ വിറ്റു. മറ്റൊരാൾ നമ്മളെ വിറ്റു. ആ വിറ്റതിൽ നിന്ന് യേശു ക്രിസ്തു നമ്മളെ തിരിച്ചു വാങ്ങുകയായിരുന്നു. Dear brothers, let me explain to you the four stages of life. Here you can see that our Lord Jesus bought us using his blood to be in the kingdom of God, in kingdom of God in this earth. So remember that in the human world we buy things using money, but in the spiritual realm Jesus bought us using his own blood. So that does not mean that we were in God's before. We were God's before, but someone sold us and Jesus bought us back using his blood. ഇത് ആത്മലോകത്തിലെ കച്ചവടമാണ്. മനുഷ്യനാണ് ഇവിടുത്തെ കൊമോഡിറ്റി, വിൽപ്പന ചരക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ആദം വിറ്റത് പിശാചിനാണ്, ഉപയോഗിച്ചത് അനുസരണക്കേടാണ്. ദൈവത്തോടുള്ള അനുസരണക്കേട് മൂലം നമ്മളെ വിറ്റു 1ാമത്തെ സെക്ടറിൽ ഏദനിൽ വെച്ച്. എന്നാൽ 3ാമത്തെ സെക്ടറിൽ വെച്ച് യേശു ക്രിസ്തു സ്വർഗീയ പിതാവിനോടുള്ള തന്റെ അനുസരണത്തിലൂടെ തന്റെ രക്തം ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് തിരിച്ചെടുത്തു. കണ്ടോ, ആത്മലോകത്തിലെ കച്ചവടം നടക്കുന്നുണ്ടോ? തിരിച്ചെടുത്തു. ഇനി നമ്മളെ ഒരുക്കിയിട്ട് 4ാമത്തെ സെക്ടറിൽ നമ്മളെ പിതാവിന് കൊടുക്കണം. So what happened is that in the Garden of Eden, Adam sold us, and he sold us via his disobedience. That is what happened in the first sector. And in the third sector, our Lord Jesus bought us back through his obedience. And now he is preparing us so that he can give us to his Father in the kingdom of God. നമ്മളുടെ മോൾഡ് ആരാന്ന് നിങ്ങൾക്കറിയാം? ഏതാ വാക്യം? പല വാക്യമുണ്ട്, ഒരു വാക്യം. റോമ 8:29 ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് നമ്മുടെ മോൾഡ് എല്ലാം മനസ്സിലാക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് തിരിയാൻ വേണ്ടി നമുക്ക് ഒരുങ്ങി കൊടുക്കാം. വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. കണ്ടോ? മോൾഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുവാ. ദൈവം
അതാണ് മാനുഫാക്ചർ. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, അതാണ് യേശു ക്രിസ്തു നമ്മുടെ മോഹൻല. ഹല്ലേലൂയ. ക്രിസ്തു ആകുന്ന തലയോളം വളരണം. ആ സ്വരൂപത്ര അനുരൂപമാകുവാൻ മുൻ നിയമിച്ചു. നമ്മൾ ആരെ പോലെ ആയി തീരണം? ക്രിസ്തുവെ പോലെ ആയി തീരണം. പക്ഷെ ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം നടക്കുമോ? ശ്രദ്ധിച്ചു കേട്ടെ, ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ അത് നടക്കണ വിഷയമില്ല. പിശാചിനെ തെറ്റിച്ച് കളഞ്ഞിരിക്കുക. പിടുത്തം കിട്ടിയോ? പിശാചിനെ തെറ്റിച്ച് കളഞ്ഞു. പക്ക യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ അത്യുന്നതനായ ദൈവത്തെ പോലെ ആകണമെന്ന് പറയാൻ ആരുടെങ്കിലും നാവ് പൊങ്ങോ? ഒരുത്തന്റെയും നാവ് പൊങ്ങില്ല. ഇത് കേൾക്കുന്ന നിങ്ങളുടെ നാവ് പൊങ്ങോ? പൊങ്ങൂല. കാരണം പേടിച്ചു വിറച്ചിരിക്കുകയാ. അതാണ് പിശാചിന്റെ മിടുക്കെന്ന് പറയുന്നത്. അവൻ നമ്മളെ ഒരുത്തനെയും ആ ഫാദേഴ്സ് ബിസിനസിന്റെ റിസൾട്ട് ആകാൻ അനുവദിക്കത്തില്ല. തടഞ്ഞു നിർത്തിയിരിക്കുക. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. യേശു ക്രിസ്തു പിതാവ് പറയുന്നു, പുത്രൻ പറയുന്നു, പിശാച് പറയുന്നു, പൗലോസ്, പത്രോസ് എല്ലാവരും പറയുന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. ആ പുത്രനോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം. കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നീ അത്യുന്നതനായ ദൈവത്തെ പോലെയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാനല്ല നമ്മളെ വിളിച്ചത്. ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ് വിളിച്ചത്. കഴിഞ്ഞ നാളുകളിൽ പിശാച് സഭയ്ക്ക് അകത്ത് കയറ്റിവിട്ട അബ്ദമാണിത്. അതുകൊണ്ട് നമ്മളുടെ മോൾഡിനെ കുറിച്ച് മിണ്ടാൻ പോലും നമുക്ക് നിവൃത്തിയില്ല. ഹല്ലേലൂയ. ഇത് കേട്ടാലും നിങ്ങൾ പറയില്ല. കാരണം നിങ്ങൾക്ക് പേടിയാ, പേടിച്ചു വിറയ്ക്കുകയാ. എന്നാൽ ഈ നാളുകളിൽ പിശാചിന്റെ ഈ കോട്ടയെ ഇടിച്ച് തകർത്തിട്ട് ഞാനും നിങ്ങളും യേശു എന്ന ദൈവപുത്രനെ പോലെ ആകാൻ പിതാവ് നിശ്ചയിച്ചെങ്കിൽ അതിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരണം. ഇനിയും നശിച്ചു പോകുന്ന ആ ടെമ്പററി കുടുംബത്തിന്റെ അന്നവസ്ത്രാദി നന്മ മോളെ യൂറോപ്പിൽ വിടാം, മോനെ ഓസ്ട്രേലിയയിൽ വിടാം എന്ന് പറഞ്ഞ് ഒതുങ്ങാതെ ഓസ്ട്രേലിയയിലായാലും യൂറോപ്പിലായാലും ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, മക്കളായി, കൂട്ടവകാശികളായി എത്തിയില്ല എങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അതുകൊണ്ട് എന്റെ പ്രിയ മാനെ മോളെ, ദൈവം ഒരുക്കിയ പദ്ധതി മറന്നു പോകല്ലേ എന്ന് ഓർപ്പിക്കുകയാണ്. Dear brothers, do you know what is the mold that God has designed us to be molded into? That mold is our Lord Jesus Christ. The biblical basis for this thing is Romans 8 verse 29. For those whom he foreknew, he also predestined to be conformed to the image of his Son, in order that he might be the firstborn within a large family. So that Jesus would become the firstborn within a large family, we are supposed to be conformed to the image of our Lord Jesus. That is, Jesus is our mold, and we are supposed to be molded into that image. But the sad part is that in modern day churches, this is not taught at all. The reason for that is an error that has crept in, which says that Jesus is the Almighty God. And because of that, people are too scared to say that we should be molded into the image of the Almighty God. And because of that, no one dares to say that. But the Bible says that, God says that, Jesus says that, Bible says that, all the apostles says that Jesus is the Son of God. That Jesus is the only begotten Son of God, and we should be molded into his image. And Satan has placed a large barrier on our path, a large fortress on our path. But dear brothers, you and I, we should fight to overcome this barrier and be molded in the image of our Lord Jesus Christ. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചവെറുതിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. പുതിയ വർഷത്തിൻ്റെ 2025 ആദ്യ ഞായറാഴ്ച നിങ്ങളുടെ മുൻപിൽ ക്രിസ്തുവിൽ സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ ശരീരമായി നിലകൊള്ളുവാൻ സ്വർഗത്തിൻ്റെ ദൈവം സഹായിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവിക സമാധാനവും ജീവനും ഐശ്വര്യവും ദൈവിക തേജസ്സും പ്രത്യേകിച്ച് ആ സ്പിരിച്വൽ വെയിറ്റേജ് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുമാറാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord Jesus Christ, to everyone who is present here in this hall and to everyone who is listening to this via online audio visual medium. I thank God that
in this first Sunday of 2025, I am able to stand here. I pray, I bless you that may the peace, life, prosperity, and glory of God increase in your life, especially the weightage of yours, in your spiritual weightage, may it increase day by day. പ്രിയ സഹോദരങ്ങളെ, സാധാരണ ജനം കഴിക്കുന്ന ഫുഡല്ല സ്വർഗത്തിൽ നിങ്ങൾക്ക് തരുന്നത്. പകരം കുറച്ച് എന്താ പറയുക, കുറച്ച് ആഴത്തിലുള്ള, പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടിയായുള്ള ആഹാരമാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലാവുകയുള്ളൂ. Dear brothers, the spiritual food that God is giving you is not like what He usually gives. Today He'll be giving you a little bit more deeper spiritual food, or in the words of Saint Paul, solid spiritual food. So please be prayerful so that you will understand what God wants to convey to you. നാം മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ 3 ദിവസത്തെ, അതായത് ഇയർ എൻഡിങ്ങിലെ 3 ദിവസത്തെ ഹയർ ലെവൽ കോൺഫറൻസ്, ഫാസ്റ്റിംഗ് പ്രയർ, ക്രോസ് ഓവർ മീറ്റിംഗ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച ഒരു വിഷയത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഇവിടെ കടന്നു വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഡീപ്പറായിരിക്കും. നാം മനസ്സിലാക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ആത്മലോകത്തിൻ്റെ മനുഷ്യ കമ്പോളത്തിലെ അടിപിടികൾ. Today we will be trying to understand a subject that we already discussed during our three-day higher level conference. Today what we'll be trying to understand will be a continuation of that. Hence it will be a little bit more deeper than usual. The title of today's message is Battles in the Human Market of the Spirit World. ഹല്ലേലൂയ. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങളിതൊക്കെ കേൾക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ഫാസ്റ്റിംഗ് പ്രയറിൽ അറ്റൻഡ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ ആ സീരീസൊക്കെ പോയി കേൾക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ നഷ്ടങ്ങളാണ്, വലിയ വലിയ ഷെയറുകളാണ് നമുക്ക് നഷ്ടമാകുന്നത്. അതുകൊണ്ട് അത് പോയി പ്രത്യേകമായി കേൾക്കുക, മനസ്സിലാക്കുക. നമ്മളെ ചൊല്ലിയുള്ള ആത്മലോകത്തിൻ്റെ അടിപിടികളാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മളാണ് ഇവിടുത്തെ കോമഡിറ്റീസ്, അല്ലെന്നുണ്ടെങ്കിൽ വിൽപ്പന ചരക്ക് എന്ന് മനസ്സിലാക്കി വേണം ഞാനും നിങ്ങളും നമ്മളുടെ ജീവിതത്തെ ഒന്ന് കാണുവാൻ. അല്ലെങ്കിൽ അത് നമുക്കൊരു വലിയ നഷ്ടമായി തീരും. So much of the message that you will be hearing today and what you heard during the higher level conference may not be something that you have usually heard. If you haven't heard the higher level conference, please go and see it in YouTube, see the recordings. It will be a great big loss if you don't see that. So today we will be discussing about the battles and fights in the spiritual world in our name, for our sake. We are the commodities and the fight is happening in the spiritual world for our sake. നമ്മൾ അന്ന് കേട്ട ടൈറ്റിൽ എന്ന് പറയുന്നത് ചെറിയൊരു ടൈറ്റിലാണ്, ആത്മലോകത്തിന് മനുഷ്യ കമ്പോളമാണ്, ദ ഹ്യൂമൻ മാർക്കറ്റ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ്. എന്നാൽ ഇന്ന് നമ്മൾ അതിന് കേൾക്കാൻ പോകുന്നത് ആത്മലോകത്തിന്റെ മനുഷ്യ കമ്പോളത്തിലെ അടിപിടികളെ കുറിച്ചാണ്. ബാറ്റിൽസ് ഇൻ ദ ഹ്യൂമൻ മാർക്കറ്റ് ഓഫ് ദ സ്പിരിറ്റ് വേൾഡ്. അടിപിടികളെ കുറിച്ച് ഇതിനാധാരമായി ഒരു വാക്യം നമ്മൾ വായിച്ചുകൊണ്ട് തുടർന്ന് ബേസിക്കിലേക്ക് കയറി കൂടെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം. So the topic that we discussed during the 3-day conference was human market in the spirit world. So today we will be doing a continuation of that, as in battles in the human market in the spirit world. In this regard, I will be starting with a verse which will be the very basis, and then we'll move on from there. യൂദയുടെ ലേഖനം അതിൻ്റെ 9-ാം വാക്യത്തിൽ, ഒരു അധ്യായമുള്ള 9-ാം വാക്യത്തിൽ 2 ദൂതന്മാർ തമ്മിൽ അടി നടക്കുകയാണ്. 2 ദൂതന്മാർ തമ്മിൽ അടി നടക്കുകയാണ്. അതിൽ ഒരാൾ പിശാചാണ്, മറ്റേ ആള് മൈക്കിളാണ്, മിഹായലാണ്. ഇവർ തമ്മിൽ നടക്കുന്ന അടി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ശരീരത്തെ കുറിച്ചാണ് അടി നടക്കുന്നത്. മോശയുടെ ശരീരത്തെ കുറിച്ച് ഇവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. We'll be starting with book of Jude, chapter 1, verse 9. Here what we will be seeing is that there is a fight going on, an argument, a battle going on between 2 angels.
One of the angel is Satan, and the other angel is Michael, the archangel, and they are fighting for the body of Moses. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വായിച്ചാട്ടെ. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. മനസ്സിലായോ? ഇവിടത്തെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ചേട്ടനും അനിയനും തമ്മിലടി. എന്തിനാണ്? അപ്പന് കുറച്ച് സ്വത്തുണ്ട്. ആ സ്വത്തില് ഒരു പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പ് ചേട്ടനാണ് ചേട്ടനും, അല്ലാതെ എനിക്കുള്ളതാണെന്ന് അനിയനും. ഇത് പിശാച് പറയുന്നു മോശയുടെ ശരീരം അത് എനിക്കുള്ളതാ, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോ മൈക്കിള് പറയുന്നു അല്ല, അത് ഓൾറെഡി ദൈവം അത് മറവി, ദൈവം അതങ്ങ് എടുത്തു, അത് ദൈവത്തിൻ്റെതാ. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ആത്മലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് നടക്കുകയാണ്. പക്ഷെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇതേപോലെ നമ്മളെ സംബന്ധിച്ച് ആത്മലോകത്ത് നിരന്തര ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് ഇന്നൊരു വക്കീലും കൂടെ ഉണ്ട്. ആ വക്കീലാണ് കർത്താവായ യേശു. So in this world, you might be familiar about familial disputes regarding property. There was a case where in a father's property there was a petrol pump, and two brothers were disputing with the elder saying that it is his, and the younger saying that it is his. So similarly, let me read this word, Jude 1 verse 9. But Michael the archangel, when contending with the devil, he disputed about the body of Jesus. Not body of Jesus, Moses. Body of Moses. Okay. So here we are having we can see there is a dispute happening similar to the dispute between the two brothers in the human world regarding that petrol pump. There is a dispute happening in the heavenly realm, and the dispute is regarding the body of Moses. Satan is saying that the body belongs to him, but Michael is saying that God has already taken the body and the body belongs to God. So you can see there is just like the arguments that happen over here, there are disputes that is happening in the heavenly realm regarding us, and we are not usually aware of it. ഹല്ലേലൂയ. ഇത് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഇത് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതിന്റെ എക്സ്പാൻഷനിലേക്ക് പോകുന്നില്ല. ഞാൻ അതിനു മുമ്പ് ബേസിക്കിലേക്ക്, അല്ലെങ്കിൽ ഈ പുതിയതായിട്ട് കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല. എൻ്റെ ബേസിക്കിലേക്ക് ഇന്ന് പോയിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദാനിയേൽ എന്ന ദൈവത്തിന് ഏറ്റവും പ്രിയനായ വ്യക്തിത്വം പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായി ഗബ്രിയേലിനെ അവൻ സ്വർഗത്തിൽ നയിച്ചു. ഗബ്രിയേൽ കടന്നു വരുമ്പോൾ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് പാർസി പിശാചിന്റെ കീഴിലുള്ളൊരു ദൂതനാണ്. ആ മണ്ഡലം വാഴുന്ന ഈ പുള്ളിക്കാരൻ ഈ ദൂതനെ ഇതാ 21 ദിവസം അവിടെ തടഞ്ഞു വെക്കുകയാണ്. അവിടെ ഫൈറ്റ് നടക്കുകയാണ്. ആരെ പ്രതിയാണ് ഫൈറ്റ് നടക്കുന്നത്? ദാനിയേലിനെ പ്രതിയാണ്. ദാനിയേലിന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കാൻ പാടില്ല എന്നുള്ള തലമാണ്. എന്നാൽ ഇതാ മിഖായേൽ ഗബ്രിയേലിനെ സഹായിക്കാൻ വരികയും തുടർന്ന് ആ യുദ്ധം മിഖായേലെ ഏറ്റെടുക്കുകയും തുടർന്ന് ഗബ്രിയേൽ താഴേക്ക് വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്ന രംഗമാണ് കാണുന്നത്. അപ്പൊ ഈ സ്പിരിച്വൽ ബാറ്റിൽ നമ്മളൊന്ന് കാണണം, മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾക്ക് ജഡരക്തങ്ങളോടല്ല പോരാട്ടമുള്ളത്, പകരം ഈ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാര ലോകത്തിന്റെ ഈ ശക്തികളോടും, അതായത് പിശാചിനോടും അവന്റെ കിങ്ഡത്തോടുമാണ് പോരാട്ടം ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ല. കാരണം നമ്മൾ കേട്ട സുവിശേഷത്തിൽ അതൊന്നുമില്ല. നമ്മൾ കേട്ട സുവിശേഷത്തിൽ താൽക്കാലിക ഈ ശരീരത്തിന് വേണ്ടി മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ. So we see a similar incident in Daniel chapter 11, where Daniel is praying to God for some message, and God has sent Gabriel with that message to answer Daniel. But when Gabriel comes, he says that he was blocked for 21 days by the prince of Persia. By the prince of Persia here means the angel of Persia. He was blocked for 21 days. The angel of Persia was preventing Gabriel from giving that message to Daniel. And in the end, Michael comes to the support of Gabriel, and because of that support, Gabriel is able to reach Daniel and deliver this message.
So here you can see that there is a heavenly battle going on in the heavenly realm. There is arguments and disputes happening in the heavenly realm, and as Pastor said, Jesus Christ is our lawyer in that heavenly realm, and we should be aware of it. So as Saint Paul says that our fight is not against flesh and blood, but our fight is against the forces of against the rulers and authorities and forces of darkness. So we should be aware of this, even though the Bible says this in our normal teachings. This is not taught, and most of us are not aware of this. സ്ക്രീൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് Lord, I love you, give you glory. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം പറയാണ് ഇനിയും നമ്മൾ രക്ഷ, സ്നാനം, ന്യായവിധി എന്നീ ബേസിക് കാര്യങ്ങളിൽ മാത്രം മുന്നോട്ടേക്ക് പോകാതെ ഒരു പ്രാവശ്യം അടിസ്ഥാനം ഇട്ടാൽ മതി, ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടാൽ മതി. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്തുവെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ടിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് ആ പരിജ്ഞാനപൂർത്തി ദൈവം എന്താണ് ചെയ്യുന്നത്? ദൈവം ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള ഫാമിലി മാറ്റേഴ്സ്, ഹെവൻലി ഫാമിലി മാറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുക, അത് ചെയ്യുക. അല്ലാതെ ഇന്ന് ലോകത്ത് കാണുന്നത് പോലെ ഇതാ ഈ ലോകത്തെ ഈ ശാരീരിക അനുഗ്രഹത്തിന് വേണ്ടി മാത്രം ആരാധിച്ചും പ്രാർത്ഥിച്ചും അവസാനിക്കുകയല്ല വേണ്ടത്. പകരം കർത്താവായ യേശു നമ്മുടെ നായകൻ പറഞ്ഞതുപോലെ മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുക, ദൈവത്തോടു കൂടിയുള്ള ജീവിതം അന്വേഷിക്കുക. അതോടുകൂടെ നിനക്ക് ഈ വേണ്ടതെല്ലാം നിനക്ക് സപ്ലൈ ചെയ്യപ്പെടും എന്ന സന്ദേശം എപ്പോഴും ഓർക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. So what we should be careful about is that, as Saint Paul says, that don't be stuck on the teachings about salvation, baptism, and judgment, for this is just the first step, and we should move on from this and attain completion in the knowledge of God. So as Saint Paul says that since we are saved, we are already saved, we should start thinking about things on high at the right hand of God, and we should think about what is happening in the heavenly realm, and we should not just be thinking about the basics. ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓ ഫാദർ വി താങ്ക് യു, നമ്മൾ ബേസിക്കിൽ വന്ന് അവസാനിക്കരുത്, പകരം നമ്മൾ അഡ്വാൻസ് ചെയ്യണം. ഈ ഹ്യൂമൻ ഫാമിലി, ഭൂമിയിലെ കുടുംബം എന്ന് പറയുന്നത് അത് തൽക്കാലത്തേക്ക് മാത്രമേ ഉള്ളൂ, അത് ഇപ്പോഴും തീരും. ഇത് മനസ്സിലാക്കി ഞാനും നിങ്ങളും റൈറ്റായിട്ട് ബൈബിളിലെ വചനപ്രകാരം ചിന്തിക്കുവാനായിട്ട് തുടങ്ങണം. So we should understand that we should not be stuck at the basics, and we should advance it. This human family, our human body, this is only temporary and will end shortly. So we should start thinking about more advanced things. നിങ്ങൾ കാണുക, ഒരു കൊച്ച് ഈ ഭൂമിയിൽ ജനിച്ചു, അതിനുശേഷം ആ കുഞ്ഞ് വളരുന്നു, അതിവേഗം ആ കുഞ്ഞ് വളർന്ന് അല്ലെങ്കിൽ അവളൊരു എഞ്ചിനീയറോ ഡോക്ടറോ ക്ലർക്കോ അല്ലെങ്കിൽ കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനോ ആരെങ്കിലുമൊക്കെ ആകുമായിരിക്കും ഇവിടെ. അതിനുശേഷം അതിവേഗം ഈ അവൻ്റെ ശരീരം, ആ ബോഡി അനങ്ങാതെയാകും, അത് മരണത്തിൻ്റെ കീഴിലാണ്, അത് ഇവിടം കൊണ്ട് തീരുകയും ചെയ്യും. ഈ ഒരു ലൈഫ് ആണ് ക്രിസ്തു നമുക്ക് തരുന്നത് എന്നുള്ള ചിന്തയിലാണ് അധികം പേരും. എന്നാൽ ഇതൊരു താൽക്കാലിക ലൈഫ് മാത്രമാണ്, ഇതല്ല യഥാർത്ഥ ലൈഫ്. ഭൂമിയിലെ കുടുംബം, എർത്തലി ഫാമിലി എന്ന് എഴുതിയേക്കണുണ്ടോ? അത് എൻ്റെ ഫാമിലി എവിടെ? ദൈവം തന്നെ ഫാമിലി എഴുതിയിരിക്കുന്നത്. ഇതൊരു ടെമ്പററി ഫാമിലിയാണ്. ഇതെല്ലാം ഡൈയിങ് കാൻഡിഡേറ്റ്സ്, എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. ഇനി ഇതല്ല യഥാർത്ഥ ഫാമിലി. യഥാർത്ഥ ഫാമിലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഇതാണ്ട ഒരു സ്പിരിച്വൽ ലൈഫ്, ഹെവൻലി ഫാമിലി ഉണ്ട്. ആ ഹെവൻലി ഫാമിലിയുടെ യഥാർത്ഥ ഫാമിലി അത് മരണമില്ല. അവർ പോയി താമസിക്കേണ്ട വീടാണ് ഈ പുതിയ യെരൂശലേം. അവിടെ നമുക്ക് ഈ ഭൂമിയിൽ ഒരു പിതാവുള്ളതുപോലെ അവിടെ ഒരു സ്വർഗീയ പിതാവുണ്ട്. നമുക്ക് ഈ ഭൂമിയിൽ ഒരു മാതാവുള്ളതുപോലെ അവിടെ കർത്താവായ യേശുവുണ്ട്. ഈ ഭൂമിയിലെ പിതാവ് കാരണഭൂതനായിരിക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് കാരണഭൂതനാണ്. ഭൂമിയിലെ മാതാവ് മുഖാന്തരമായിരിക്കുന്നത് പോലെ കർത്താവായ യേശു മുഖാന്തരമാണ്. അങ്ങനെ സ്വർഗീയ പിതാവിന് കർത്താവ് യേശുവിനാൽ ജനിച്ച മക്കളായി നമ്മളെ ആ കുടുംബത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ മരണമില്ല. ഇത് നമ്മൾ തിരിച്ചറിയുക.
Dear brothers, please see the picture over here. Here you can see a young child, and that young child is born, and before long he learns and becomes a doctor or engineer or clerk, and he gets a job, and then he starts a family, an earthly family. And then where does it end? Even before long it ends in the grave. So that this family, most of us think that this is the family that God has given us. Yes, God has given us this family, but this is temporary. The main family that God wants us to be part of is the heavenly family. And in the heavenly family, we have a heavenly Father, and we have a mother. Jesus is taking the role of the mother in the heavenly family, in the sense that in our earthly family, whereas the Father is the first cause and mother is the means, in the same way in the heavenly Father family, the Father is the first cause and Jesus is the means. And we should be aware of this. ആ സ്വർഗീയ പിതാവിനാൽ ക്രിസ്തുവിൽ ജനിക്കപ്പെട്ട മക്കളാണ് ഞാൻ നിങ്ങൾ. ഇതാണ് ഏശയ്യ 53:10. നാം ഹോളി കമ്മ്യൂണിയൻ ചെയ്യുന്നില്ലേ? അതിന്റെ അർത്ഥം ഇതാണ്: സ്വർഗീയ പിതാവിനാൽ ക്രിസ്തുവിൽ ജനിച്ച മക്കളാണ് നിങ്ങൾ എന്ന് നിങ്ങൾ ഓർക്കണം. എപ്പോ? ക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അതാണ്. അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി, ഇല്ലേ? ഒരു ഭൂമിയിൽ ഒരു പിതാവും മാതാവും തമ്മിൽ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം പങ്കിടുമ്പോഴാണ് കുഞ്ഞ് ജനിക്കുന്നത്. എന്നാൽ സ്വർഗീയ കുടുംബത്തിൽ തകർത്തിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്. അതിൽ മനസ്സിലാവുന്നുണ്ടോ? തകർത്തിട്ട്, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക്, കാരണഭൂതന് ഇഷ്ടം തോന്നി. അങ്ങനെ മുഖാന്തരത്തിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് കാരണഭൂതന് മുഖാന്തരത്തിലൂടെ കുഞ്ഞുങ്ങൾ ജനിച്ചു. ആ കുഞ്ഞുങ്ങളാണ് പുതിയ സൃഷ്ടിയിൽ ഞാനും നിങ്ങൾ വീണ്ടും ജനിച്ച. ഈ ഒരു തിരിച്ചറിവ് വേണം. അവർക്ക് മരണം ഇല്ല. So, dear brothers, please remember that this is also what we should remember when we take the Holy Communion. That in the heavenly realm we have become descendants of Jesus, descendants of Heavenly Father through Jesus. In the book of Isaiah 53 chapter 10, it says that it was the will of the Lord to crush him with pain. When you make his life an offering for sin, he shall see his offspring and shall prolong his days. So remember that in this world, it is when husband and wife share love that new children are born. But in the heavenly realm, the new children are born when the Father crushes the means. That is our Lord Jesus. And through Lord Jesus, new children are born for the Father. അതുകൊണ്ടാണ് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആത്മീയ വളർച്ച എന്ന് പറയുന്നത് തകർച്ചയിലൂടെയാണ് ആത്മീയ വളർച്ച. ആത്മീയ ജനനം എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ക്രിയേഷൻ നോക്കിയേ. ഈ കുഞ്ഞിന് ജീവൻ കിട്ടി, അല്ലേ? ഈ കുഞ്ഞിന് ജീവൻ കിട്ടിയത് എങ്ങനെയാ? ജനനത്തിലൂടെ അല്ലേ? ഈ ഭൂമിയിലെ ജഡത്തിലെ കുഞ്ഞിന് ജീവൻ കിട്ടിയത് ജനനത്തിലൂടെയാണ്. എന്നാൽ ബോൺ അഗെയിൻ ആയിട്ടുള്ള ദൈവപുത്രന് ജീവൻ കിട്ടുന്നത് ജനനത്തിലൂടെയല്ല, മരണത്തിലൂടെയാണ്. മരണത്തിലൂടെയാണ് അവിടെ ജനനം. എന്നാൽ ജഡത്തിലെ ജനനത്തിൽ ജീവൻ കിട്ടിയത് ജനനത്തിലൂടെയാണ്. എന്നാൽ ആത്മീയ ജനനത്തിൽ ജീവൻ കിട്ടുന്നത് മരണത്തിലൂടെയാണ്. മരിച്ച് ജനിക്കണം. മനസ്സിലായോ? ഈ ഒരു ടെക്നോളജി മനസ്സിലാക്കണം. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ നീ മരിക്കണോ? സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അപ്പൊ വാഗ്ദത്തം വേണമെങ്കിൽ സഹനം വേണോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വച്ചിരിക്കുന്നത്, നിങ്ങൾ ചീത്ത ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദം. കാരണം അതിലൂടെയാണ് സ്പിരിച്വൽ ലൈഫ് കയറി വരുന്നത്. Dear brothers, this is something that we need to note, that in the spiritual realm, in order to grow, what we need is to get crushed. So you can see in this picture that there is a new child is born. A new child's life begins when he is born. But in the spiritual realm, for a person's life to begin, he should die and then be born. This is what the Bible says, that we need perseverance in order to do the will of the God and attain the promise. And as the Bible again says, that if you are suffering for the sake of doing evil, what good is it? But if you are suffering for the sake of doing good, then that is pleasing to God. So remember that only by getting crushed that you get spiritual growth. ഹലോ, ചിന്തിച്ച് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പക്ഷെ ഒരു സ്പിരിച്വൽ ജീവനും എൻ്റെ അകത്ത് വരുന്നില്ല. ചിത്രമുള്ളൂ ചിന്ത. അതിൻ്റെ ടെക്നോളജി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പഴയ സൃഷ്ടി
ജനനത്തിലൂടെ ജീവൻ പ്രാപിക്കുന്നു, പുതിയ സൃഷ്ടി മരണത്തിലൂടെ ജീവൻ പ്രാപിച്ചു വളരുന്നു. അതുകൊണ്ട് മരിക്കാൻ തയ്യാറല്ല എങ്കിൽ, ഇതാ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ്, നമ്മൾ പറയും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഞാൻ ദിവസവും ബോൺവീറ്റ കഴിക്കുന്നു, ബൂസ്റ്റ് കഴിക്കുന്നു. ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. പൗലോസ് പറയുകയാണ്, ഞാൻ പ്രശംസിക്കുന്ന ആ എനർജി എന്നറിയാമോ? കർത്താവിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ് ഞാൻ ദിവസേന മരിക്കുന്നു. കണ്ടോ, ടെക്നോളജി കണ്ടോ? ഞാൻ ദിവസേന മരിക്കുന്നു. അങ്ങനെ മരണത്തിലൂടെ ഞാൻ ദിവസവും സ്പിരിച്വലി പുതിയ സൃഷ്ടിയിൽ വളരുകയാണ്. പക്ഷെ നമ്മളോ മരിക്കാൻ തയ്യാറേ അല്ല. ആരെങ്കിലും മരിക്കാൻ വന്ന് മരിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കിയാൽ നമ്മൾ ഉടനെ ഗതയെടുക്കും, കത്തിയെടുക്കും, നാവെടുക്കും, അല്ലേ? നമ്മൾ എങ്ങനെയാ വളരണേ? നമ്മൾ തളർന്നു പോവുകയുള്ളൂ. Dear brothers, if there are people among you who are praying daily, who are living in the Lord daily, and still feels that you are not having a spiritual growth, remember that is because you are not following the technology for doing spiritual growth. So in the old creation, growth comes to, you are born again when you are born again. But in the new creation, you grow by being born. But in the new creation, you grow by by dying every day and then growing. So as Saint Paul says that every day I put myself to death for your sake. So it is through death, by putting himself to death every day, that Saint Paul is growing in the Lord. So remember that if you are not having the spiritual growth, you are not following this technology. ശ്രദ്ധിച്ചേ, നിങ്ങൾ കാണാൻ, ഇതാണ് ഗോഡ്സ് ഫാമിലി. നമ്മൾ ഇതിലേക്ക് എത്തിച്ചേരണം. സ്വർഗീയ പിതാവ് കർത്താവ് യേശു ക്രിസ്തുവിൽ സ്വർഗീയ പിതാവിന് ജനിച്ച മക്കൾ, സൺസ് ഓഫ് ഗാഡ്. ഈ ഫാമിലിക്ക് മരണമില്ല. ഇതിലേക്ക് എത്തിച്ചേരണം. ഇത് എറ്റേണൽ ഫാമിലിയാ. എൻ്റെ പ്രിയ മക്കളെ, ഇതാണ് സുവിശേഷം. മനസ്സിലാവുന്നുണ്ടോ? ഇതിനു വേണ്ടിയാണ് ക്രിസ്തു വെളിപ്പാട് 5:9 പറയുകയാണ്, സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും നിന്നുള്ളവരെ ദൈവത്തിനായി, തന്റെ അപ്പനായി നമ്മളെ വിലയ്ക്ക് വാങ്ങി. അവസാനം നമ്മളെ അപ്പന് കൊടുക്കൂ. അങ്ങനെ അപ്പന് നമ്മളുമായി ഒരു കുടുംബമായി ക്രിസ്തുവിൽ ചേരും. ഇതാണ് എറ്റേണൽ ഫാമിലി. എന്നാൽ ഈ കാണുന്ന ഫാമിലി കണ്ടോ, ഇത് ടെമ്പററി ഫാമിലി. അത് ഇവിടം കൊണ്ട് ഇപ്പോൾ തീരും. അവർക്കൊക്കെ അവസാന ഡെസ്റ്റിനേഷൻ ശവപ്പുറമ്പാണ്. മനസ്സിലായോ? ആ ബോഡി ഇവിടെ ചെന്ന് അവസാനിക്കും. എന്നാൽ ദൈവം ഒരു മാർഗം ഒരുക്കിയിട്ടുണ്ട് ക്രിസ്തുവിലൂടെ. ഒരേ ഒരു വഴി രക്ഷപ്പെടാൻ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന നാമം. ആ നാമത്തിലൂടെ, ആ വഴിയിലൂടെ നമുക്ക് രക്ഷപ്പെട്ട് ഈ സ്വർഗീയ ജെറുസലേം എന്ന ഈ ഹെവൻലി അബോർഡിൽ, ആ ഭവനത്തിൽ നമുക്ക് ചെല്ലാം. സ്വർഗീയ പിതാവിനോടും ക്രിസ്തുവിനോടുമുള്ള ആ കൂട്ടായ്മയിലേക്ക്. യോഹന്നാൻ പറയുന്നത് പോലെ ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ ക്രിസ്തുവോടും കൂടെയാണ്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അല്ലാണ്ട് ചിലർ പറയുന്നത് പോലെ ക്രിസ്തു കൊണ്ട് പിതാവിനെ ക്യാൻസൽ ചെയ്തു, പിതാവിനെ കൊണ്ട് ക്രിസ്തുവിനെ ക്യാൻസൽ ചെയ്തൊന്നും അങ്ങനെയല്ല. നമ്മുടെ കൂട്ടായ്മ അവസാനം പിതാവിനോടും പുത്രനോടും കൂടെയാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അതിനായി ദൈവം നിങ്ങളെ അവരെ സഹായിക്കട്ടെ. ഇതിലേക്കുള്ള യാത്രയാണ് ഈ സ്പിരിച്വൽ ബാറ്റിൽ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. Dear brothers, I showed you two pictures. One was the picture of the heavenly family, where we are sons of God, born through Jesus for the heavenly Father. And you have the other picture, which is the earthly family. And in the earthly family, you can see that if you progress in the earthly family, you will eventually end up in grave. But the heavenly family, that the sons of God are eternal. So don't worry. God has created a way for us to enter the heavenly family, that is through our Lord Jesus Christ. And if we are able to follow that path of Jesus Christ, then we will be able to enter the heavenly family. And it does not happen by trying to hide Jesus using the Father, or hide the Father using Jesus. It is by having fellowship with both the Father and our Lord Jesus Christ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് പ്രൊഡക്റ്റ് റിസൾട്ടാണ്. ഈ ചിത്രത്തിലേക്ക് നോക്കിയേ. ഇത് പ്രൊജക്റ്റ് റിസൾട്ടാണ്. മനസ്സിലായോ? യേശുക്രിസ്തു തന്റെ 12ാമത്തെ വയസ്സിൽ തന്റെ അപ്പനോടും വളർത്തപ്പനോടും അമ്മയോടും പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്താ യേശു പറഞ്ഞേ? ഞാൻ എൻ്റെ പിതാവിന്റെ പ്രൊജക്റ്റിൽ, പിതാവിന്റെ ബിസിനസ്സിൽ ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? വിസ്റ്റ് യു നോട്ട് ദാറ്റ് ഐ മസ്റ്റ് ബി അബൌട്ട് മൈ ഫാദേഴ്സ് ബിസിനസ്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു. അവൻ എന്താ പറഞ്ഞതെന്ന് മറിയയ്ക്കും ജോസഫിനും മനസ്സിലായില്ല. അപ്പോ ആ പ്രൊഡക്ഷൻ, ആ
പ്രൊജക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഫാദേഴ്സ് ബിസിനസിന്റെ ഇതാ റിസൾട്ടാണ്, അവന്റെ ഫലമാണ് ഈ നിൽക്കുന്ന സൺസ് ഓഫ് ഗോഡ്. ഇത് ലാസ്റ്റ് ഭാഗമാ, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. മനസ്സിലായോ? അപ്പൊ പ്രിയ കുഞ്ഞുങ്ങളെ, അതിലേക്കുള്ള റോ മെറ്റീരിയൽ വേണ്ടേ? ഈ പ്രൊജക്ട് ദൈവപുത്രന്മാരാകാൻ അതിന് റോ മെറ്റീരിയൽ വേണ്ടേ? ഇല്ലേ? റോ മെറ്റീരിയൽ വേണ്ടേ? ആ റോ മെറ്റീരിയലാണ് ദൈവം നിൽക്കുന്നത്. കണ്ടോ, ഈ എർത്തിൽ ഫാമിലിയിൽ നിൽക്കണ ഈ മനുഷ്യ മക്കള് കണ്ടോ, മരിച്ചുകൊണ്ട് പോയിരുന്ന മനുഷ്യ മക്കള്, ഈ മനുഷ്യ മക്കളാണ് ഇതിന്റെ റോ മെറ്റീരിയൽ. ഇത് മനസ്സിലാക്കണം. ഞാനും നിങ്ങളുമാണ് റോ മെറ്റീരിയൽ. ഞാനും നിങ്ങളുമാണ് ഇവിടുത്തെ കൊമോഡിറ്റി. ഹല്ലേലൂയ. നമ്മളെ ഈ റോ മെറ്റീരിയൽ വാങ്ങിച്ച് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്ത് അതിന്റെ ക്യൂസി ചെയ്ത് റെഡി ആയതിനെ ഗ്രേഡ് ചെയ്ത് വേണം അവസാനം എടുക്കാനായിട്ട്. അപ്പോ ഈ പ്രോസസ്സൊക്കെ ഒരു ഭൂമിയിൽ ഒരു ഫാക്ടറി നടത്തുന്ന ഒരാൾ എന്തൊക്കെ പ്രോസസ്സ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഈ പ്രോസസ്സ് മുഴുവൻ നമ്മിൽ നടക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞു വേണം ഞാനും നിങ്ങളും പ്രവർത്തിക്കാൻ. Dear brothers, the previous picture that I showed, that is of God, Jesus and the sons of God, that's like the end target result of this entire project. So this will happen only at the end. So Jesus told to Mary when he went to the temple, Mary and Joseph, when he went to the temple, that should I not be about my father's business, and they didn't understand it. So what is Jesus' business? Jesus' father's business. Jesus' father's business is basically creating these sons of God for the Father. That's the business of our Lord Jesus. And our Lord Jesus needs raw material for creating these sons of God. Where does he get this raw material? That comes from the earthly family. So what we have is Jesus taking people from the earthly family and he's processing them, he's making them grow, and he's eventually, after their quality control, he's having them enter into the heavenly, he's getting them ready for the heavenly family. ഹല്ലേലൂയ. ഞാൻ പ്രിയ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. ഇത് ഇപ്പൊ പറഞ്ഞതിനെ പ്രൂവ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വചനം നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞോ? ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. തെളിഞ്ഞിട്ടുള്ളവർക്ക് കൈപൊക്കി പറയാം. നിങ്ങളുടെ ദൈവാത്മാവ് ഇടപെടുന്നുണ്ടോ എന്ന് നോക്കട്ടെ. ആരുമില്ല? യെസ്. ഞാനും എൻ്റെ കുടുംബ യഹോവയെ സേവിക്കും. ഞാൻ വചനം നല്ലതാ, പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പണി തോരുന്നു. ഓക്കെ 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 ഞാനൊരു വചനം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കാണുന്നതാണ് റോ മെറ്റീരിയൽ, മനുഷ്യ മക്കൾ. ഈ കാണുന്നതാണ് പ്രൊഡക്റ്റ്, റിസൾട്ട്, ദൈവമക്കൾ. ഇനി ശ്രദ്ധിച്ചോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അതായത് ഈ മനുഷ്യ മക്കൾക്ക്, അതാണ് റോ മെറ്റീരിയൽ. ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. സിമ്പിൾ. മനസ്സിലായോ? യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന മരിച്ചു പോകുന്ന ഏത് മനുഷ്യ മക്കൾക്കും അവനാണ് റോ മെറ്റീരിയൽ. അവർക്ക് ദൈവമക്കളായി തീരുവാനുള്ള അധികാരം ദൈവം കൊടുത്തു. അത് യോഹന്നാൻ 1:12. ഇനി വെളിപ്പാട് 21:7 റിസൾട്ട്, ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. പിടുത്തം കിട്ടിയ? അപ്പോ വചനം കൊണ്ട് ഉറപ്പിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾ ഇനി മറന്നു പോകരുത് ജീവിതത്തിൽ. Dear brothers, do you know a biblical basis for these statements? So the biblical basis comes from, I will give you two verses. One is John 1:12. But to all who received him, who believed in his name, he gave power to become children of God. So what we see is that to all the men, all the human family who believes in Jesus, God is giving the power to become the sons of God. And we see the conclusion of this in Revelations, where God says that to him who wins, he'll be my son and I'll be his God. The battles in the human market of the spiritual, ആത്മലോകത്തിന് മനുഷ്യ കമ്പോളത്തിലെ അടിപിടികൾ എന്നുമായുള്ള ബന്ധത്തില് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്, കഴിഞ്ഞ സമയത്ത് നിങ്ങൾ കേട്ടു ദുബായിൽ ഒരു ഫേമസ് പെറ്റ് മാർക്കറ്റിനെ കുറിച്ച് കേട്ടു. ആ പെറ്റ് മാർക്കറ്റിൽ ഇതാ അൽവർസൻ എന്ന് പറയപ്പെടുന്ന ആ പെറ്റ് മാർക്കറ്റിൽ ധാരാളം പെറ്റുകളെ വിൽക്കുന്നുണ്ട്. ഞാനും വൈഫും കൂടി കടന്നുപോയി അതൊക്കെ കാണുവാനിടയായി, നിങ്ങൾ കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഇതേപോലെ തന്നെ പല പല മാർക്കറ്റുകളും ഉണ്ട്. ഇതേപോലെ
നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാ എൻ്റെ ചില സ്നേഹിതർ അവർ ഇതാ യൂറോപ്പിൽ നിന്ന്, ചൈനയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്നെല്ലാം കോയിലുകൾ ഇറക്കി എയർ കണ്ടീഷൻ്റെ പാർട്സുകളാക്കി അവർ അതിനെ പല മേഖലയിൽ അവർ വിതരണം ചെയ്യുന്നു. ഇതേപോലെ ഓരോ മേഖലയിലും ഇതാ നമ്മൾ പല പല ബിസിനസ്സുകൾ ഈ ലോകത്ത് കാണുന്നു. ഇതേപോലെ തന്നെ ആത്മലോകത്തിന്റെ ദൈവം ചെയ്യുന്ന ആ പ്രൊജക്റ്റാണ് ഫാമിലി ബിസിനസ് ആണ് ഫാദേഴ്സ് ബിസിനസ്. ആ ഫാദേഴ്സ് ബിസിനസ്സിലെ റോ പ്രൊഡക്ഷൻ ആണ് ദേവപുത്രന്മാർ, അതിലെ റോ മെറ്റീരിയൽ ആണ് ഞാനും നിങ്ങളും. Dear brothers, there are many businesses in this world. For example, one of my friends, he imports coil from outside, and he manufactures parts for air conditioning system using that coils. So in the similar way, God is also engaged in a business, and in that business, the final products are the sons of God, and the raw materials are you and I. ഇങ്ങനെ ഇവിടെ റോ മെറ്റീരിയൽ സോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും ഇതാ ബിസിനസ്സുകാരാണെങ്കിൽ പല സ്ഥലങ്ങളിലും പോകും. ചിലപ്പോൾ ഇതാ ഞാനും നേരത്തെ ഇമ്പോർട്ട് ചെയ്തിരുന്ന സമയത്ത് ചൈനയിൽ, ഹോങ്കോങ്ങിൽ, സിംഗപ്പൂരൊക്കെ കറങ്ങി നടക്കുമായിരുന്നു സോഴ്സ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇതാ സോഴ്സ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ സ്വർഗത്തിലെ ദൈവം തൻ്റെ പ്രൊഡക്റ്റ് ദൈവപുത്രന്മാരെ പ്രൊഡ്യൂസ് ചെയ്യാൻ തക്കവണ്ണം റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലേക്ക് അയച്ചു. റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നു. താൻ കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിച്ചു. അവസാനം ഈ യാത്രയിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, തൻ്റെ രക്തം കൊടുത്ത് നമ്മളെല്ലാം കളക്ട് ചെയ്തു. റോ മെറ്റീരിയൽ മുഴുവൻ കളക്ട് ചെയ്ത് രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആർക്ക് വേണ്ടിയാ വിലയ്ക്ക് വാങ്ങിയേ? ദൈവത്തിന്റെ വചനം പറയുന്നു തൻ്റെ അപ്പനായിട്ടാണ് വിലയ്ക്ക് വാങ്ങിയത്. കാരണം അപ്പന്റെ ബിസിനസ്, ഫാദേഴ്സ് ബിസിനസ്സിൽ റോ മെറ്റീരിയൽ വേണം. ആ റോ മെറ്റീരിയലാണ് സൺസ് ഓഫ് മെൻ, മനുഷ്യ മക്കളാണ്. ആ മനുഷ്യ മക്കളെ, മരിക്കുന്ന മനുഷ്യ മക്കളെ വിലയ്ക്ക് വാങ്ങിയിട്ട് അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വേണം അവരെ ദൈവമക്കളാക്കി മാറ്റുവാൻ. അപ്പൊ ഇവിടെ വിലയ്ക്ക് വാങ്ങുന്നത് എന്താണ്? കോയിലല്ല. ഇവിടെ വിലയ്ക്ക് വാങ്ങുന്നത് മനുഷ്യപുത്രന്മാരെയാണ് വിലയ്ക്ക് വാങ്ങുന്നത്. എൻ്റെ ഒപ്പത്തിനൊപ്പം വരുന്നുണ്ടോ? മനുഷ്യ മക്കളെയാണ് വിലയ്ക്ക് വാങ്ങുന്നത്. എന്തിനു വേണ്ടി? തൻ്റെ അപ്പന് വേണ്ടി, അപ്പന്റെ പ്രൊജക്റ്റിന് വേണ്ടി. So when I was engaged in business, I used to travel around in China, in Hong Kong, etc. to collect raw materials for my business. In the same way, the Son of God came to this world, travel to this world in order to collect raw materials for God's business, and he bought the raw materials using his blood, and he's preparing us that's the sons of men. He's preparing us for being the sons of God in the heavenly kingdom. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇത് വളരെ വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഇത് പല ആർഗ്യുമെന്റുകളും തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു തന്നെയാണ് പിതാവ്, പിതാവ് തന്നെയാണ് യേശുക്രിസ്തു എന്നൊക്കെ പറയുന്നതിനെ തട്ടിത്തെറിപ്പിച്ച് കളയുന്നൊരു സംഭവമാണ്. കാരണം യേശുക്രിസ്തു അവിടെ വളരെ വ്യക്തതയോടെ ബൈബിൾ എഴുതിയിരിക്കുകയാണ്, സർവ്വഗോത്രത്തിലും വംശത്തിലും എല്ലായിടത്തു നിന്നുള്ളവരെ ദൈവത്തിനായി യേശുക്രിസ്തു വിലയ്ക്ക് വാങ്ങിയെന്ന്. ആ രംഗം നമുക്കൊന്ന് വായിച്ചാണ്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. ദൈവത്തിനായി എന്ത് കൊടുത്ത് വിലക്ക് വാങ്ങി? തന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നത് തന്റെ സ്വന്തം രക്തത്താൽ നേടിയ സഭയെ. അപ്പൊ വിലക്ക് വാങ്ങിയത് രക്തം കൊടുത്താ. ആ വിലക്ക് വാങ്ങിയവരെയൊക്കെ സഭയിൽ ചേർത്തിട്ടുണ്ട്. ആ സഭയെ ദൈവത്തിന്റെ ദാസന്മാർ എന്ത് ചെയ്യണം? നന്നായി നോക്കിക്കൊള്ളണം, നന്നായി മാനേജ് ചെയ്യുവാനായിട്ട് ഇടയാകണം. ഗ്ലോറി ടു ഗോഡ്. Dear brothers, we see this again in the book of Revelation chapter 5 verse 9, and they sing a new song. You are worthy to take the scroll and to open its seal, for you were slaughtered, and by your blood you ransomed for God saints from every tribe and language and people and nation. You have made them to be a kingdom and priests serving our God, and they will reign on earth. So here you see that Jesus is buying people from all over this world in order to be children of God, and we should know that. ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ റിട്രീറ്റിന് മനസ്സിലാക്കിയ, ഹയർ ലെവൽ കോൺഫറൻസ് മനസ്സിലാക്കിയ 4 സെക്ടേഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നിങ്ങളത് മനസ്സിലാക്കിയാലേ ഈ വിൽക്കുക വാങ്ങുക എന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ
രക്തം കൊടുത്ത് വാങ്ങി. നമ്മളിവിടെ എന്തെങ്കിലും വാങ്ങുമ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്നു. എന്നാൽ ഇവിടെ കൊടുത്തത് പണമല്ല, രക്തം കൊടുത്ത് വാങ്ങുകയാണ്. കാരണം ആത്മമണ്ഡലത്തിൽ നിന്നാണ് വാങ്ങുന്നത്. ആത്മമണ്ഡലത്തിൽ പാപത്തിന്റെ ശമ്പളമാണ് മരണം. രക്തം ചിന്തൽ കൂടാതെ പാവമോചനം ഇല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് നേരത്തെ ഇപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ചെന്നിട്ട് ഇന്ത്യൻ റുപ്പി കൊടുത്ത് ഞാൻ അവരെടുക്കത്തില്ല. കാരണം രാജ്യം മാറി. ഇതേപോലെ തന്നെ ആത്മമണ്ഡലത്തിൽ ചെന്നിട്ട് എൻ്റെ കയ്യിൽ കുറേ പണമുണ്ട്, പൈസയുണ്ട്, 500 ആണ്, എടുക്കുമെന്ന് ചോദിച്ചാൽ അവരെടുക്കില്ല. കാരണം അവിടെ വേണ്ട ആ ട്രാൻസാക്ഷൻ വേറെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ യേശു ക്രിസ്തു നമ്മളെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി. ആ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് മനുഷ്യ ജീവിതത്തിന് 4 സെക്ടറുണ്ട്. അതിൻ്റെ 3ാമത്തെ സെക്ടറിലാണ് യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയത്. 3ാമത്തെ സെക്ടറിൽ നമ്മളെ തൻ്റെ രക്തം കൊടുത്ത് യേശു വിലയ്ക്ക് വാങ്ങി. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെതല്ലെന്നാണോ? അതെ, നമ്മൾ ദൈവത്തിൻ്റെതായിരുന്നു. നമ്മളെ മറ്റൊരാൾ വിറ്റു. നമ്മളെ വിറ്റു. ആ വിറ്റതിൽ നിന്ന് യേശുക്രിസ്തു നമ്മളെ തിരിച്ചു വാങ്ങുകയായിരുന്നു. Dear brothers, let me explain to you the four stages of life. Here you can see that our Lord Jesus bought us using His blood to be in the kingdom of God, in the kingdom of God in this earth. So remember that in the human world we buy things using money, but in the spiritual realm Jesus bought us using His own blood. So that does not mean that we were in God's before. We were God's before, but someone sold us, and Jesus bought us back using His blood. ഹല്ലേലൂയ. ആരാണ് നമ്മളെ വിറ്റതെന്ന് ചോദിച്ചാൽ, മനുഷ്യ ജീവിതത്തിന്റെ 4 സെക്ടറുകൾ നമ്മൾ പഠിച്ചാൽ 1ാമത്തെ സെക്ടറാണ് ഏദൻ. ആ ഏദനിൽ വെച്ച് നമ്മളുടെ പൂർവ്വ പിതാവായ ആദം നമ്മളെ പാപത്തിന്റെ ദാസന്മാരായി വിറ്റു, പിശാചിന്റെ ദാസന്മാരായി വിറ്റു. ഇതാണ് റോമ 7:14 നമുക്ക് കാണുവാൻ കഴിയും. എന്നെ പാപത്തിന് ദാസനായി വിറ്റു. അതുകൊണ്ടാണ് അദ്ദേഹം പൗലോസ് പറയുന്നത്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ആര് എന്നെ വിടുവിക്കും? 7:14. ന്യായപ്രമാണം ആത്മികം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. മനസ്സിലായോ? അപ്പൊ എന്താണ് വിൽക്കപ്പെട്ടവൻ തന്നെ? ആർക്ക് ദാസനായി? അപ്പൊ മനസ്സിലായോ? നന്മയെ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് എന്തുകൊണ്ടാണ് തിന്മ ചെയ്തു പോകുന്നതെന്ന് മനസ്സിലായോ? പാപത്തിന്റെ ദാസനാ. കാരണം മുതലാളി ആരാ? പാപമാ, പിശാചാ. അതുകൊണ്ടാണ് നന്മയെ ആഗ്രഹിച്ചിട്ടും പറ്റാത്തത്. ഇത് തിരിച്ചറിഞ്ഞിട്ട് വേണം അതിന്റെ പരിഹാരം ദൈവം വെച്ചേക്കണതിൽ നമ്മൾ എൻറോൾ ചെയ്താലേ ജയം പ്രാപിക്കുള്ളൂ. അപ്പോ ആദം നമ്മളെ വിറ്റു, യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങി, തിരിച്ചു വാങ്ങി. So now you may be questioning that who is it that sold us? So the person who sold us is Adam, our forefather in the Garden of Eden. He sold us to be servants of sin. So it's written in Romans 7:14. For we know that the law is spiritual, but I am of the flesh, sold into slavery under sin. So Paul himself says in this thing that he's of the flesh, sold into slavery under sin, and he continues and says that wretched man that I am. So he says that we were sold into slavery of sin by Adam, and Jesus bought us back. ഹല്ലേലൂയ. ഇത് ആത്മലോകത്തിലെ കച്ചവടമാണ്. മനുഷ്യനാണ് ഇവിടുത്തെ കൊമ്മോഡിറ്റി, വിൽപ്പന ചരക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇതാ ആദം വിറ്റത് പിശാചിനാണ്, ഉപയോഗിച്ചത് അനുസരണക്കേടാണ്. ദൈവത്തോടുള്ള അനുസരണക്കേട് മൂലം നമ്മളെ വിറ്റു 1ാമത്തെ സെക്ടറിൽ ഏദനിൽ വെച്ച്. എന്നാൽ 3ാമത്തെ സെക്ടറിൽ വെച്ച് യേശു ക്രിസ്തു സ്വർഗീയ പിതാവിനോടുള്ള തന്റെ അനുസരണത്തിലൂടെ തന്റെ രക്തം, ജീവൻ കൊടുത്ത് നമ്മളെ വിലയ്ക്ക് തിരിച്ചെടുത്തു. കണ്ടോ? ആത്മലോകത്തിലെ കച്ചവടം നടക്കുന്നുണ്ടോ? തിരിച്ചെടുത്തു. ഇനി നമ്മളെ ഒരുക്കിയിട്ട് 4ാമത്തെ സെക്ടറിൽ നമ്മളെ പിതാവിന് കൊടുക്കണം. So what happened is that in the Garden of Eden, Adam sold us, and he sold us via his disobedience. That is what happened in the first sector. And in the third sector, our Lord Jesus bought us back through his obedience.
And now he is preparing us so that he can give us to his Father in the kingdom of God. ഉപദ്രവം ഉണ്ടോ? ഇച്ചിരി കട്ടിയാ, പക്ഷെ ഉപദ്രവം വരണം. കാരണം ഇത് നമ്മളുടെ തേജസ്സിനായി ദൈവം മുന്നൊരുക്കിയിരിക്കുന്നതും മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനമാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തി കൊടുക്കുക. ഇത് മറവിടങ്ങളിലെ ഗുപ്തനിധിയാണ്. എന്താണ്? ഗുപ്തനിധിയ. ആദം വിറ്റു, ക്രിസ്തു വാങ്ങി കൊടുത്തു തന്റെ പിതാവിന്, അല്ലെങ്കിൽ കൊടുക്കും തന്റെ പിതാവിന് എന്ന് പറഞ്ഞ് വിറ്റ് വാങ്ങിക്കൊടുത്തു. ഒരു പറഞ്ഞേ, ആദം വിറ്റു ക്രിസ്തു വാങ്ങി കൊടുത്തു പിതാവിന്. അല്ലേ? ആദം വിറ്റു ക്രിസ്തു വാങ്ങി, ഒരു ഗ്രാമർ ചേഞ്ച് ചെയ്താൽ കൊടുക്കും പിതാവിന്. ഹല്ലേലൂയ. Dear brothers, this may be a little tough to understand because this is a hidden treasure of the kingdom of God. So what happened is, Adam sold us, Jesus bought us, and he has given us, or he will give us, to Heavenly Father. Hallelujah. This is the course of the kingdom of God. ഇതാണ് ദൈവരാജ്യത്തിന്റെ കോഴ്സ്. മനസ്സിലായോ? ഇതാണ് ഇന്ന് ലോകം അറിയേണ്ട കോഴ്സ്. എന്നാൽ ഇതാണ് ഇന്ന് ഈവൻ ക്രിസ്ത്യാനിക്ക് പോലും അറിയാത്ത കോഴ്സ്. എല്ലാവർക്കും അറിയാവുന്നത് കോഴ്സ് ഓഫ് ദിസ് വേൾഡ് ആണ്, ഈ ലോകത്തിന്റെ കോഴ്സാണ്. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ഫാദേഴ്സ് ബിസിനസിന്റെ കോഴ്സ്. ഇത് നീ എൻറോൾ ചെയ്ത് ജയിച്ചാൽ നീ നിത്യം ജീവിക്കും. ലോകത്തിൽ നീ എൻറോൾ ചെയ്ത് നീ ഒരു രത്തൻ ടാറ്റ ആയാലും എലോൺ മസ്ക് ആയാലും ഒരു കാര്യമില്ല. നിന്റെ മരണത്തിൽ നീ വട്ടപൂജ്യ. എന്നാൽ ക്രിസ്തു എൻറോൾ ചെയ്ത് ഈ കോഴ്സിൽ നീ എൻറോൾ ചെയ്താൽ നീ മരണത്തിൽ നീ സമ്പന്നന്മാരോട് കൂടെയാകും. Dear brothers, this is the course of the kingdom of God. So remember that you enroll in the course of the kingdom of God and not in the course of this world. Because if you are enrolled in the course of this world, even if you become a Ratan Tata or Elon Musk, eventually you will die and you will become a zero. But if you enroll in the course of the kingdom of God, you will be with the rich in your grave. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ട്. എൻ്റെ മക്കളെ, ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായത്. കാരണം ഈ സത്യം എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ സത്യം എന്നെ സ്വതന്ത്രമാക്കി. സത്യം എന്നെ സ്വതന്ത്രമാക്കി. ഈ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു. കാരണം ഇതിൽ എൻറോൾ ചെയ്ത് പ്രവർത്തിച്ചാൽ ഇതിന് ഗുണമുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്, ഇത് നിത്യം നിലനിൽക്കും. ഇതാണ് കർത്താവായ യേശു പറഞ്ഞ്. മറ്റേ കോഴ്സ് ഉണ്ടല്ലോ, ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്, സ്പിരിറ്റ് ഗീവ്സ് ലൈഫ്. ആത്മകുടുംബത്തിലെ ഈ കോഴ്സിലാണ് ജീവനുള്ളത്, ഇതിനാണ് പ്രയോജനമുള്ളത്. Dear brothers, it is because I understood this course, when I understood this course, that my life was changed. Remember that God says that only by enrolling in this course that we will be having eternal profit. For fresh profits, nothing. Only by enrolling in this course that we will have eternal life. ഹല്ലേലൂയ. മനസ്സിലായോ? ഇവിടെ ഈ നമ്മൾ ഈ സാധാരണ ഈ ലോകത്തിലെ ബിസിനസ്സുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കത്തില്ലേ? അത് എൻ്റെ കസ്റ്റമറാ, ഇത് നിന്റെ കസ്റ്റമറാ എന്ന് പറയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കത്തില്ലേ? ഇതേപോലെ തന്നെ അടി ഇവിടെ ഉണ്ട്. ഈ ആത്മലോകത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ട്. ആ അടിയുടെ ഒരു ഭാഗമാണ് നേരത്തെ മോശയുടെ ശരീരത്തെ ചൊല്ലി രണ്ട് ദൂതന്മാർ തമ്മിൽ വാക്കേറ്റം നടക്കുന്നത് നാം വായിക്കുവാനായിട്ട് ഇടയായി. ഇതേപോലെ നമ്മളെ പ്രതിയും ആത്മലോകത്ത് വാക്കേറ്റം നടക്കുന്നുണ്ട്. Dear brothers, remember that this is part of the business that's happening in the heavenly realm. And in the earthly realm, you know that businessmen compete or fight over customers, saying that this is my customer, this is my customer. So in the same way, in the spiritual realm as well, there is a fight happening. And an example of that was what we read in book of Jude, where there was a dispute regarding the body of Jesus, body of Moses. ശ്രദ്ധിച്ചേ, ഇവിടെ ഞാൻ ഒരിക്കല് സ്ഥാപനത്തിലേക്ക് ചെല്ലുക. അപ്പോൾ സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഒരാൾ ഓടി എന്ന് പറയാം, സാറേ വലിയ ഫൈറ്റായിരുന്നു ഇവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, അടുത്ത കടക്കാരനും എൻ്റെ കടയിലെ സ്റ്റാഫും തമ്മിലാണ് ഫൈറ്റ്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു കസ്റ്റമർ നടന്നു പോവുമായിരുന്നു.
ആ നടന്നു പോകുന്നിടയ്ക്ക് നമ്മുടെ കടയിലെ സ്റ്റാഫ് അയാളെ വിളിച്ച്, സാറേ ഒന്ന് കയറിയിട്ട് പോ എന്ന് പറഞ്ഞു. അതാ ഈ കടയിൽ ഒന്ന് കയറിയിട്ട് പോകാൻ പറഞ്ഞു എന്ന്. അയാൾ കയറിയൊന്നുമില്ല, നേരെ എന്ന് അപ്പുറത്ത് എന്നിട്ട് പറഞ്ഞു, അവരെന്നോട് പറഞ്ഞു ഇന്ന് കയറിയിട്ട് പോകാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ആ കട മുതലാളി നേരെ നമ്മുടെ കടയിലേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ സ്റ്റാഫുമായിട്ട് വമ്പനാടി, എൻ്റെ കസ്റ്റമറെ നീ എന്തിനാ പിടിക്കാൻ പോയേ? ഇല്ലേ, എൻ്റെ കസ്റ്റമറെ ഇനി പിടിച്ചു കഴിഞ്ഞ് നിന്നെ ഞാൻ ശരിയാക്കി കളയും എന്ന് പറഞ്ഞുകൊണ്ട് ഒരടി നടന്നു. ഇതേപോലെ തന്നെയാണ് ആത്മലോകത്തും അടി നടക്കുന്നത്. ആത്മലോകത്തെ അടികളല്ല നമ്മളെ പ്രതിയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞ, സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. പക്ഷെ നമ്മളെ നമ്മുടെ ജീവിതം ഒന്നും ഒരു പ്രശ്നമേ അല്ല. നമ്മളെ വെറും പൊട്ടന്മാരാക്കി അവനും അവന്റെ ആളുകളും ഇതൊന്നും തിരിച്ചറിയാത്ത കുരുടന്മാരായ ദൈവദാസന്മാരും. യേശു അവർക്ക് പേരിട്ടു കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. നിങ്ങൾക്ക് പോരാട്ടം ഉണ്ട്, അത് ജഡരക്തങ്ങളോടല്ല, പിശാചിനോടും അവന്റെ സൈന്യത്തോടും. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ ആത്മമണ്ഡലത്തിൽ ഒരു സ്റ്റെപ്പ് പോലും അഡ്വാൻസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമുക്ക് അഡ്വാൻസ് ചെയ്യാം പാട്ടുകളുടെ എണ്ണത്തിൽ, നമുക്ക് അഡ്വാൻസ് ചെയ്യാം പ്രാർത്ഥനകളുടെ എണ്ണത്തിൽ, കൺവെൻഷന്റെ എണ്ണത്തിൽ. ആത്മമണ്ഡലത്തിൽ അഡ്വാൻസ് ചെയ്യാൻ കഴിയില്ല. Dear brothers, I will report an incident that once happened to me. I once went and visited one of my shops, one of my businesses, and at that time one of my employees came out and told me that there was a big fight happened a little while back. So when I inquired what happened, was that a person was passing around and one of my employees called out to him and invited him to visit the shop. He didn't stop to visit. Instead, he went forward and visited another shop, and he told that shop owner that we had invited him. And because of that shop owner came to my shop, and there was a big argument and there was threatening in my shop. So you can see that for a customer, two shops are fighting over a customer. In the same way, there is a fight happening in the heavenly realm, and they are fighting over us. And the sad part is we don't even know about this. Bible says that our fight is not with flesh and blood, but against Satan and his army. But the sad part is that we are not even aware of this because of the blind servants of God who does not inform us about this. The Bible calls them blinds, because if the blind leads the blind, both will fall into the pit. നമ്മൾ അങ്ങോട്ടേക്ക് വരും. ഇനി അത് എക്സ്പ്ലനേഷനിലേക്ക് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഫാദർ ബിസിനസിന്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരികയാണ്. ഏതൊരു ബിസിനസ്സിനും സോഴ്സിംഗ് ഉണ്ട്. എന്ത് പ്രൊഡക്ഷൻ നിങ്ങൾ നടത്തണമെങ്കിൽ ആദ്യം സോഴ്സിംഗ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്. ആ സെലക്ഷനാണ്. തുടർന്ന് ആ സെലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് ആ എടുത്ത സെലക്ഷൻ, ആ റോ മെറ്റീരിയൽ എന്ത് ചെയ്യുമെന്നറിയാമോ? റോ മെറ്റീരിയൽ അതിനെ പ്രോസസ് ചെയ്യും. രണ്ടാമത് പ്രോസസ് ചെയ്ത റോ മെറ്റീരിയലിനെ ഏതാണോ പ്രൊഡക്റ്റ് വേണ്ടത് അതിനു വേണ്ടി ഒരു മോൾഡ് ഉണ്ടാക്കും. ആ മോൾഡിലേക്ക് ഇടും. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. പിന്നെ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോൾഡിൽ നിന്ന് തണുത്ത് കഴിയുമ്പോൾ അതിനെ റിലീസ് ചെയ്ത് ക്വാളിറ്റി ചെക്ക് ചെയ്യും. ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം അതിനെ റെഡി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ തുടങ്ങും. ഇതേപോലെ തന്നെ ഫാദേഴ്സ് ബിസിനസ്സിനും ഇതേപോലത്തെ 4 സ്റ്റെപ്സ് ഉണ്ട്. Dear brothers, before we go forward, let me just give a brief outline of the father's business. So in any business in this world, what happens is that first we go around trying to select the raw material. We source the raw material, we find good raw materials, and then we bring that raw material in and we melt it, and we prepare it and melt it. And once it is melted, then we pour it into the mold or frame that we want it to finally come out as. And once the material is finally formed, we do the product quality checking, and only after that we sell it. So in the same way, we are having a similar process that happens in the father's business as well. ഹലോ, ഒന്ന് ശ്രദ്ധിക്കണേ, ഒന്ന് മനസ്സിലാക്കണേ. ഇത് മനസ്സിലാക്കിയിട്ട് ഈ പ്രോസസ് നമ്മൾ നടക്കണ്ടേ. നമ്മളെ റോ മെറ്റീരിയല് മനസ്സിലായോ? നമ്മളെ റോ മെറ്റീരിയൽ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഫസ്റ്റ് 4 സ്റ്റെപ്പ് എഴുതിയേക്കണുണ്ടോ? റോ മെറ്റീരിയൽ സെലക്ഷനാണ്. സെലക്ഷനൊക്കെ ദൈവം പണ്ടേ കഴിഞ്ഞു. സമയത്തിന് മുമ്പേ അനാദിയിൽ നമ്മളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പരിപാടി റോ മെറ്റീരിയൽ മെൽറ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻ. അതിന് തീ വേണം കേട്ടോ, അതിന് തീ വേണം. തുടർന്ന് മൂന്നാമത്തെ പദ്ധതിയാണ് അതിനെ
ഫീഡിങ്, അതല്ലെങ്കിൽ അതിന് ഫീഡ് ചെയ്യാൻ തക്കവണ്ണം ഏതാണോ പ്രൊഡക്റ്റ് വേണ്ടത് അതിന് വേണ്ടി ഒരു മോൾഡ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കുക. ഫ്രെയിം ഉണ്ടാക്കണം. ഇനി അവസാനത്തെ പരിപാടിയാണ് ആ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് അതിൽ ഫീഡ് ചെയ്യണം. പിന്നെ അടുത്ത പരിപാടിയാണ് അതിൽ നിന്ന് സംഭവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം, അതിനെ ഗ്രേഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് റെഡിയാകും. ഇതേപോലെ തന്നെയാണ് ഫാദേഴ്സ് ബിസിനസ്സിലെ ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാനും നിങ്ങളിന്ന് എവിടം വരെ ആയെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. In the same analogy that I gave just now, something happens in the father's business as well. First, there is a raw material selection, that is a selection of us, and this selection has happened long time back in eternity itself. And when the time comes, then this us or raw material, we are selected and we are melted or prepared, and for this fire is needed. And once this is done, then we are molded in the mold of our Lord Jesus Christ. And then only after that there is product quality test checking and grading, and only after that the product is ready. ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾക്ക് ഇതുമായുള്ള ബന്ധത്തിൽ ഇതിൽ 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ നടക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. റോ മെറ്റീരിയൽ, മെൽറ്റിംഗ് ഓർ പ്രിപ്പറേഷൻ, മോൾഡ് സെറ്റിംഗ് ആൻഡ് പ്യൂറിംഗ്, ദ പ്രൊഡക്റ്റ് ക്വാളിറ്റി ടെസ്റ്റ് ആൻഡ് ഗ്രേഡിംഗ്. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് റോ മെറ്റീരിയൽ, മെൽറ്റിംഗ് ആൻഡ് പ്രിപ്പറേഷൻ, ആ ഭാഗത്ത് ആയിരിക്കുന്നവരുണ്ട്, അടുത്ത ഭാഗത്തേക്ക് കയറാത്തവരുണ്ട്. ഇനി ഈ ഭാഗത്ത് കയറിയിട്ട് അടുത്ത ഭാഗത്തേക്ക് കയറാൻ സമ്മതിക്കാത്തവരുമുണ്ട്. നമ്മൾ ഏത് ഭാഗത്തായി ഇരിക്കുന്നുവെന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. Dear brothers, I am showing you three processes that should happen in us for us to come out of this process. First is the raw material melting and preparation. There are many who are still in this stage. And then there is the mold setting and pouring. And there are some who have entered that stage but not come out of the next stage. So we should all check ourselves to see which stage we are currently in. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിക്കാം. നിങ്ങൾ ഈ ഇരിക്കുന്ന കസേര ഉണ്ടോ? ഈ കസേര നേരത്തെ ഈ ഷേപ്പിലായിരുന്നില്ല, ഈ പ്ലാസ്റ്റിക് കസേര. നിങ്ങൾ ഏത് കസേര ഇരിക്കണമെന്ന് നോക്കിക്കോട്ടോ. വേറെ കസേര ഒന്നും ഇവിടെ ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ അടുക്കളയിൽ പോയിട്ടെ അടിച്ചു വാരണ അതിൻ്റെ പേരെന്താ, കോരി അല്ലേ, അടിച്ചു വാരി അതെടുത്തോണ്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി എങ്ങനെ അതിന് ആ ഷേപ്പ് കിട്ടിയത്. ആ ഷേപ്പ് കിട്ടിയതിന് ആദ്യത്തെ റോ മെറ്റീരിയൽ സെലക്ഷൻ ഇതേണ്ട. ഇതുപോലെ റോ മെറ്റീരിയൽ പല കളറുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാനുൾസ് വാങ്ങിക്കാൻ കിട്ടും, റോ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ കിട്ടും. അതായിരുന്നു ആദ്യത്തെ പരിപാടി, സെലക്ഷൻ, റോ മെറ്റീരിയൽ സെലക്ഷൻ. അത് ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു. ഇതാ റോ മെറ്റീരിയൽ ഓൾറെഡി സെലക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അതിനെ ഉരുക്കണം. അതിനെന്നാ വേണം? തീ വേണം. അതിനെ ഉരുക്കി ഇനി അടുത്ത സ്റ്റേജിലേക്ക് കയറ്റണം. ആ ഉരുക്കി ഒരു മോൾഡ് ഉണ്ടാക്കണം. ഇതാണ് മോൾഡ്, കണ്ടോ? അടിച്ചു വാരണ കോരിയുടെ മോൾഡ്. ആ മോൾഡിലേക്ക് ആ ഉരുക്കിയതിനെ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ അത് ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ ഇതാ നിങ്ങൾക്കത് ഇതേപോലത്തെ അടിച്ചുവാരികൾ കിട്ടും. മനസ്സിലായോ? അടിച്ചുവാരി കിട്ടിയണ്ടോ? ഈ അടിച്ചുവാരി ഇത് കിട്ടും. ഈ അടിച്ചുവാരി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ അടിച്ചുവാരി ആകട്ടെ വേറെ ഏത് പ്രൊഡക്റ്റ് ആകട്ടെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാലേ പ്രൊഡക്റ്റ് റെഡി ആകുള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. സ്തുതിക്കുന്നവൻ ദൈവത്തിൻ്റെ മകനെന്നല്ല, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിൻ്റെ മകനെന്നല്ല, ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് ജയിച്ചാൽ നീ ഒരു അടിച്ചുവാരിയാവും. ഇവിടെ കേട്ടോ, നമ്മളല്ല, ഇവിടെ. Dear brothers, let me give you an example of the human process. Consider the chair that you are sitting on, or the spade, or the plastic spade that we use to collect the dirt after we sweep it. So what starts off is that it starts off as plastic granules, and then it is melted, and you can see the mold for that plastic spade, and into that spade this melted material is poured, or melted plastic is poured, and finally the plastic spade comes out, and there is quality testing and grading, and only then the product is ready. In the same process happens in the heavenly realm as well. ഹല്ലേലൂയ.
ഇനി ശ്രദ്ധിച്ചു നോക്കിയേ, ഇതിന് 2 സ്ഥലത്ത് തീ വേണം. എവിടേക്കാണെന്നറിയോ നിങ്ങൾക്ക്? ശ്രദ്ധിച്ചു നോക്കിയിട്ടെന്ന് പറഞ്ഞേ, 2 സ്ഥലത്ത് തീ വേണം. എവിടേക്കാ? ഒന്നാമത്തെ സ്ഥലം ഈ ഗ്രാനുൾസ്, പ്ലാസ്റ്റിക് ഗ്രാനുൾസ് ഉരുക്കാൻ തീ വേണം. പിന്നെ അവസാനം ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനും തീ വേണം. മനസ്സിലായോ? ഇവിടേക്കാണ് നമ്മൾ കടന്ന് വിഷമിക്കുന്നത്, ഈ 2 സ്ഥലത്തും. മറ്റത് വലിയ കുഴപ്പമില്ല. ഏത് ഈ മോൾഡിനെ കുറിച്ച് പറയുന്നതും കുഴപ്പമില്ല. അത് പിന്നെ പാസ്റ്റർ വന്ന് പറഞ്ഞിട്ട് കുറെ അങ്ങ് പൊക്കോളൂ. യേശുവിനെ പോലെ ആകണം. നമുക്ക് സൗകര്യപ്പെടുക്കുക, കേൾക്കാം, ഇടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോവുക, ഇടയ്ക്ക് അങ്ങോട്ട് പോവുക, ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ പോവുക. പുള്ളി ഇങ്ങനെ മോൾഡ് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാനിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. ഞാൻ ഒരിക്കലും ഉരുകാൻ തയ്യാറല്ല, അതുകൊണ്ട് ഒരിക്കലും മാറാനും പറ്റൂല. Dear brothers, if you note, there are 2 places in this system, in this process, that fire is needed. One is in the raw material melting process before it is poured into the mold, and the other is during the product quality testing process. So this is the process that where we all encounter difficulties. The middle process, that is molding and mold setting and pouring, those parts are easy, where we sing and say that we need to be like Jesus, and we need all those part is easy. But the difficult part is melting ourselves so that we fit into that mold, and that part is difficult. So you should, just by praising God or singing songs of worship, that won't happen. ശ്രദ്ധിച്ചേ, നമ്മളോട് നിർത്തുക സമയത്തിന്റെ കുറവ് മൂലം. നമ്മളുടെ മോൾഡ് ആരാന്ന് നിങ്ങൾക്ക് അറിയോ? ഏതാ വാക്യം? പല വാക്യമുണ്ട്, ഒരു വാക്യം എന്താ? റോമ 8:29 ശബ്ദമുയർത്തി ഒന്ന് വായിച്ചേ. നമ്മുടെ മോൾഡ് എല്ലാം മനസ്സിലാക്കുക, എന്നിട്ട് നമുക്ക് അതിലേക്ക് തിരിയാൻ വേണ്ടി നമുക്ക് ഒരുങ്ങി കൊടുക്കാം. വായിക്കേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. കണ്ടോ? മോൾഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുവാ ദൈവം. അതാണ് മാനുഫാക്ചറർ. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, അതാണ് യേശു ക്രിസ്തു നമ്മളുടെ മോൾഡ്. ഹല്ലേലൂയ. ക്രിസ്തു ആകുന്ന തലയോളം വളരണം. ആ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചു. നമ്മൾ ആരെ പോലെ ആയി തീരണം? ക്രിസ്തുവെ പോലെ ആയി തീരണം. പക്ഷെ ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം നടക്കുമോ? ശ്രദ്ധിച്ച് കേട്ടെ, ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസത്തിൽ അത് നടക്കണ വിഷയമില്ല. പിശാചിനെ തെറ്റിച്ച് കളഞ്ഞിരിക്കുക. പിടുത്തം കിട്ടിയോ? പിശാചിനെ തെറ്റിച്ച് കളഞ്ഞു. പക്ക യേശു ക്രിസ്തു അത്യുന്നതനായ ദൈവമാണ്, അതുകൊണ്ട് നിങ്ങൾ അത്യുന്നതനായ ദൈവത്തെ പോലെ ആകണമെന്ന് പറയാൻ ആരുടെങ്കിലും നാവ് പൊങ്ങോ? ഒരുത്തന്റെയും നാവ് പൊങ്ങില്ല. ഇത് കേൾക്കുന്ന നിങ്ങളുടെ നാവ് പൊങ്ങോ? പൊങ്ങൂല. കാരണം പേടിച്ചു വിറച്ചിരിക്കുകയാ. അതാണ് പിശാചിന്റെ മിടുക്കെന്ന് പറയുന്നത്. അവൻ നമ്മളെ ഒരുത്തനെയും ആ ഫാദേഴ്സ് ബിസിനസിന്റെ റിസൾട്ട് ആകാൻ അനുവദിക്കത്തില്ല, തടഞ്ഞു നിർത്തിയിരിക്കുക. സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. യേശു ക്രിസ്തു പിതാവ് പറയുന്നു, പുത്രൻ പറയുന്നു, പിശാച് പറയുന്നു, പൗലോസ്, പത്രോസ് എല്ലാവരും പറയുന്നു യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. ആ പുത്രനോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. അങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞാൽ നമുക്ക് പറയാം, കറക്റ്റായിട്ട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മിണ്ടാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നീ അത്യുന്നതനായ ദൈവത്തെ പോലെയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അത്യുന്നതനായ ദൈവത്തെ പോലെ ആകാനല്ല നമ്മളെ വിളിച്ചത്, ആ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആകാനാണ് വിളിച്ചത്. കഴിഞ്ഞ നാളുകളിൽ പിശാച് സഭയ്ക്ക് അകത്ത് കയറ്റിവിട്ട അബ്ദമാണിത്. അതുകൊണ്ട് നമ്മളുടെ മോൾഡിനെ കുറിച്ച് മിണ്ടാൻ പോലും നമുക്ക് നിവൃത്തിയില്ല. ഹല്ലേലൂയ. ഇത് കേട്ടാലും നിങ്ങൾ പറയില്ല, കാരണം നിങ്ങൾക്ക് പേടിയാ, പേടിച്ചു വിറയ്ക്കുകയാ. എന്നാൽ ഈ നാളുകളിൽ പിശാചിന്റെ ഈ കോട്ടയെ ഇടിച്ച് തകർത്തിട്ട് ഞാനും നിങ്ങളും യേശു എന്ന ദൈവപുത്രനെ പോലെ ആകാൻ പിതാവ് നിശ്ചയിച്ചെങ്കിൽ അതിലേക്ക് ഞാനും നിങ്ങളും എത്തിച്ചേരണം. ഇനിയും
നശിച്ചു പോകുന്ന ആ ടെമ്പററി കുടുംബത്തിന്റെ അന്നവസ്ത്രാദി നന്മ മോളെ ഒരു യൂറോപ്പിൽ വിടാം, മോനെ ഓസ്ട്രിയയിൽ വിടാം എന്ന് പറഞ്ഞ് ഒതുങ്ങാതെ ഓസ്ട്രേലിയയിലായാലും യൂറോപ്പിലായാലും ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ ക്രിസ്തുവിന്റെ സഹോദരങ്ങളായി, മക്കളായി, കൂട്ടവകാശികളായി എത്തിയില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാ. അതുകൊണ്ട് എൻ്റെ പ്രിയ മാനെ മോളെ, ദൈവം ഒരുക്കിയ പദ്ധതി മറന്നു പോകല്ലേ എന്ന് ഓർപ്പിക്കുകയാണ്. If you can, go ahead. Dear brothers, do you know what is the mold that God has designed us to be molded into? That mold is our Lord Jesus Christ. The biblical basis for this thing is Romans 8 verse 29. For those whom he foreknew, he also predestined to be conformed to the image of his Son, in order that he might be the firstborn within a large family. So that Jesus would become the firstborn within a large family, we are supposed to be conformed to the image of our Lord Jesus. That is, Jesus is our mold, and we are supposed to be molded into that image. But the sad part is that in modern day churches, this is not taught at all. The reason for that is an error that has crept in, which says that Jesus is the Almighty God. And because of that, people are too scared to say that we should be molded into the image of the Almighty God. And because of that, no one dares to say that. But the Bible says that, God says that, Jesus says that, Bible says that, all the apostles says that Jesus is the Son of God. That Jesus is the only begotten Son of God, and we should be molded into his image. And Satan has placed a large barrier on our path, a large fortress on our path. But dear brothers, you and I, we should fight to overcome this barrier and be molded in the image of our Lord Jesus Christ. Hallelujah. എൻ്റെ പ്രിയ മക്കളെ, തളർന്നു പോകരുത്. ഇനിയും കോമ്പറ്റീറ്റർ ജയിക്കാൻ അനുവദിക്കരുത്. അടുത്തടുത്ത കടക്കാർ ഫൈറ്റ് ചെയ്യുന്നത് പോലെ പിതാവിന്റെ ബിസിനസ് നടക്കാതിരിക്കാൻ പിശാച് ബ്ലോക്ക് ചെയ്യുകയാണ്. അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരാകരുത്. നമ്മുടെ മോൾഡ് എന്ന് പറയുന്ന കർത്താവായ യേശുവാണ്. ആ യേശു ക്രിസ്തു എന്ന തലയോളം ഞാനും നിങ്ങളും വളരണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അത്യുന്നതനായ ദൈവമൊന്നും ആവില്ല, പകരം അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരായി തീരും. അതിനാണ് നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നത്. തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് ആ ക്രിസ്തുവിന്റെ സ്വരൂപത്തിൽ അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ട് ഇതാ മനുഷ്യരെ പേടിക്കണ്ട, പകരം ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് മനുഷ്യരെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഈ വഴി തടസ്സം ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ ദയവായി അവരുടെ കാര്യങ്ങളെ അറിയിച്ച് ഇതാണ് ബൈബിളിലെ സത്യം പറയുന്നത് എന്ന് അവരെയും പറഞ്ഞ് മനസ്സിലാക്കി അവരും ചേർന്ന് വരുവാൻ ഇൻവൈറ്റ് ചെയ്യുക. വരുന്നില്ല എങ്കിലും നിങ്ങൾ മുന്നോട്ടേക്ക് യാത്ര ചെയ്യുക. പിൻപിനുള്ളതിനെ മറന്ന് മുൻപിനുള്ള ലക്ഷ്യമാക്കി ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുക. ആ കള്ളൻ ചെയ്തതുപോലെ, ആ ക്രൂശിലെ കള്ളൻ ചെയ്തത്, താൻ ഇതുവരെയുള്ള കൂട്ടുകെട്ട് കള്ളനെ വിട്ടു, കൂട്ടുകള്ളനെ വിട്ടു. ഇതുവരെ ഒരുമിച്ചായിരുന്നു, ഇതുവരെ ഒരു ചർച്ചിലായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്കൂളിലായിരുന്നു. അവസാനം ഒരുമിച്ച് കക്കാൻ പോയി, ഒരുമിച്ച് ക്രൂശി കിടന്നു. എല്ലാം നല്ല കാര്യം, ഇത്രയും നാൾ ഒരുമിച്ചൊക്കെ ചെയ്തു. പക്ഷേ ഇനി ഞാൻ എൻ്റെ ജീവനായകനെ യേശുവിൻ്റെ കൂടെ പോവുകയാണ്. പിൻപിലുള്ളതിനെ മറന്നു. ആ കള്ളൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. യേശുവേ, നീ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസായിലായിരിക്കും. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ആ യേശുവോട് കൂടെ പോകാം. ഹല്ലേലൂയ. അതിനായി ഒരുങ്ങാം. ലോകത്തിൻ്റെതായ പ്രൗഢികളെയും ലോകത്തിൻ്റെതായ അവസരങ്ങളെയും ഒക്കെ വിട്ടിട്ട് സ്വർഗത്തിലെ ദൈവം തരുന്ന അവസരത്തിനായി നമുക്ക് യേശുവെ അനുഗമിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകാം. നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റാണ്. Dear brothers, by being molded into this image, we won't become the Almighty God. Instead, we will become a son of God. And as it is written, whom he foreknew, he also predestined to be conformed to the image of his Son, in order that he might be the firstborn within a large family. So remember that we are supposed to be conformed to the image of our Lord Jesus Christ. And because of that, we should be prepared to go in the path of our Lord Jesus. We should invite those with us to go along with us. But if they are unwilling, we should choose the path of our Lord Jesus over this world, just like the thief who was crucified along with Jesus. He said that, remember, Lord Jesus, when you come into your kingdom, he split off from his brethren who was crucified along with him in order to follow our Lord Jesus. And we should also do the same, split off from this world in order to follow our Lord Jesus. Let's pray. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ സഭയ്ക്ക്
അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ വെളിപ്പെടുത്തി കൊടുത്ത ഈ ആത്മീക സത്യങ്ങൾക്കായി സ്തോത്രം. ഇതൊന്നും അറിയാതെ ഞങ്ങളൊരു ജാതിക്കാരനും മതക്കാരനും സ്വർഗത്തിലില്ലാത്ത ഇവിടുത്തെ കുറേ മതങ്ങളും സംഘടനകളും ഒക്കെ ആയി പരസ്പരം ജഡരക്തനോട് പോരാട്ടമില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഞങ്ങൾ ഇവിടെ അവസാനിക്കുന്ന ആ പിശാചിന്റെ തന്ത്രം അങ്ങക്ക് മനസ്സിലാക്കി തന്നതിനായി നന്ദി. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രൊജക്റ്റ് ചെയ്യുന്ന അങ്ങയുടെ പുത്രനായ ക്രിസ്തു ആ ക്രിസ്തു ഭൂമിയിൽ വന്ന് അങ്ങ് ലോകസ്ഥാപനത്തിനു മുമ്പേ റോ മെറ്റീരിയലായി ഞങ്ങളെ തിരഞ്ഞെടുത്തു. എന്നാൽ റോ മെറ്റീരിയൽ നഷ്ടപ്പെട്ടു. റോ മെറ്റീരിയലിനെ ആദം വിറ്റു. വിറ്റതിനെ ക്രിസ്തു ജീവൻ കൊടുത്ത് തിരികെ എടുത്തു. തിരികെ എടുത്തതിനെ ഇന്ന് സഭയാകുന്ന ഫാക്ടറിയിൽ വെച്ച് അങ്ങയുടെ ആത്മാവ് ഒരുക്കുന്നു. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ കോമയിലാക്കി മണ്ടന്മാരാക്കി ഈ ഒരു തലത്തിൽ യേശു ഒരുക്കിയതിനെ ഇനി ഒടുക്കം ശത്രുവായ പിശാചിനെ നീക്കിക്കളഞ്ഞിട്ട് ഞങ്ങളെ പിതാവിനെ ഏൽപ്പിക്കണം. അങ്ങനെ ആദം വിറ്റതിനെ ക്രിസ്തു വാങ്ങി പിതാവിനെ ഏൽപ്പിക്കുന്ന ഈ മഹാസംരംഭം, ഫാദേഴ്സ് ബിസിനസ്, ഇത് തിരിച്ചറിയാതെ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളായിപ്പോയി. ഞങ്ങൾ ജ്ഞാനികളും വലിയ വലിയ ആളുകളൊക്കെ ആയി. അവസാനം ഞങ്ങളൊരു സീറോ ആയി അവസാനിക്കുന്നു. എന്നാൽ ഇതിൻ്റെ നടുവിൽ അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ അങ്ങ് വീണ്ടെടുക്കുന്ന മഹാസ്നേഹത്തിനായി നന്ദി അപ്പ, നന്ദി. ഇതിനെ എതിർക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് തന്നെ സത്യം വെളിപ്പെടുത്തി കൊടുത്താട്ടെ. അപ്പോൾ തന്നെ ഇത് കേട്ട് മനസാന്തരപ്പെടുന്ന, മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുന്ന കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ പ്രിയ നല്ല പിതാവേ, അവരുടെ കണ്ണുകളെ തുറന്ന് സത്യം നിങ്ങളെ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വന്തമാക്കും എന്നുള്ള കണ്ണുകളെ തുറന്ന് അവർ ഓരോരുത്തരും ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നായി തീരുവാൻ ഞങ്ങളെല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ ഏവരെയും അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ദേവദാസന്മാരെ ഓർക്കുന്നു. അവരുടെ കണ്ണ് തുറക്കണമേ അപ്പ. ഇനിയും മതത്തിൻ്റെയും ഡിനോമിനേഷൻ്റെയും സ്വർഗത്തിലില്ലാത്ത ഓരോ സംഘടനകളുടെ പേരും പറഞ്ഞ് ഇവിടെ അടിപിടി കൂടി ജനത്തെ കെട്ടിവെക്കുവാൻ അനുവദിക്കരുതേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുക. അങ്ങയുടെ പ്രത്യേകമായൊരു ഇടപെടൽ ഇവിടെ വേണമേ എന്ന് പ്രാർത്ഥിക്കുകയാ. ഈ ജനം നശിച്ചു പോകുന്നപ്പാ, ഈ ജനം നശിച്ചു പോകുന്നു. അതിന്റെ കാരണക്കാർ അപ്പാ നയിക്കുന്നവരാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ജനത്തിന്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു. പുരോഹിതന്മാരാണ്, അവർക്ക് പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എൻ്റെ ജനം നശിച്ചു പോകുന്നു. അങ്ങ് ഇടപെട്ടാട്ടെ കർത്താവേ, അങ്ങ് ഇടപെട്ടാട്ടെ. അങ്ങയുടേതായ പ്രവൃത്തികൾ അവിടെ കാണപ്പെടുവാൻ ഇടയാകണം. അപ്പാ ഞങ്ങളുടെ സഹോദരങ്ങൾ, അങ്ങയുടെ മക്കൾ നശിച്ചു പോകുവാൻ അനുവദിക്കല്ലേ. ഞങ്ങൾ അങ്ങയുടേതായ ഇടപെടലിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ജനത്തെ എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. താൽക്കാലിക കുടുംബത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിൽ ഞങ്ങൾക്ക് പല ആവശ്യങ്ങളും ഉണ്ട്. അങ്ങതെല്ലാം ഞങ്ങൾക്ക് തരുന്നതാകിയാൽ നന്ദിയോടെ സ്തോത്രം. ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ ഹാളിൽ ഇപ്പോൾ വരും കാലങ്ങളിൽ എല്ലാ ഓൺലൈനിലൂടെ ശ്രവിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പോൾ കടന്നു വരുവാൻ തക്കവണ്ണം കൽപ്പിക്കുകയാണ്. ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴട്ടെ. ദൈവിക ഐശ്വര്യം നിങ്ങളുടെ ഹൃദയങ്ങളെ വാഴട്ടെ. ദൈവത്തിന്റെ ആത്മാവ് തരുന്ന ജീവൻ നിങ്ങളുടെ ഉൾത്തളങ്ങളിൽ ജീവനായി മാറട്ടെ. അതിനായി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങളായിരിക്കുന്നെങ്കിലും നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങളാൽ നിങ്ങളെ കീഴടക്കപ്പെടുവാൻ ഇതാ പിശാച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതാ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ രോഗങ്ങൾ മാറിപ്പോകുവാൻ തക്കവണ്ണോ നിങ്ങൾ ഓരോരുത്തരും പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെടുക. യേശു രക്തത്താൽ കഴുകപ്പെടുന്നത് ഏൽപ്പിച്ചു കൊടുക്കുക. പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ടുകൊണ്ട് യേശു രക്തത്താൽ കഴുകപ്പെടുന്നവർക്ക് സൗജന്യമായ ആ രോഗശാന്തി ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നമ്മുടെ സകല അകൃത്യങ്ങളെ ക്ഷമിക്കുന്നു, രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ ഇപ്പോൾ ഈ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ വ്യക്തികളുടെ ശരീരത്തിൽ ഇപ്പോൾ മാത്രമല്ല തുടർന്ന് ഓൺലൈനിലൂടെ ഇത് കേൾക്കുമ്പോൾ ഒക്കെ ഈ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിന്റെ അടിപ്പിണരാൽ ദൈവം ഞങ്ങൾക്ക് നൽകിയ സൗഖ്യം ഈ മകളുടെ മേൽ കൽപ്പിക്കുന്നു. ആ രോഗികൾ സൗഖ്യമായി തീരട്ടെ. രോഗാണുക്കൾ വിട്ടുപോകട്ടെ. ആ വേദനകൾ സൗഖ്യമായി മാറട്ടെ. ദൈവ സമാധാനത്താൽ നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ കുടുംബവും നിറയപ്പെടുക ഇടയാകട്ടെ. സർവ്വമഹത്വം പിതാവ് ഞങ്ങൾ അങ്ങേക്ക് തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ,
ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് വിശ്വസിക്കുക. സംസാരിച്ചോ? ചെറിയ ന്യൂസും എല്ലാമാണോ ദൈവം പറഞ്ഞേ? വില കൊടുത്താൽ കിട്ടാത്തതാ ദൈവം തന്നെ, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ സത്യം മനസ്സിലാക്കി ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തെ നേടുവാനായിട്ട് ശ്രമിക്കുക. ഇവിടുത്തെ റോ മെറ്റീരിയൽ ഞാനും നിങ്ങളുമാണ് പ്രൊഡക്റ്റായിട്ട് മാറേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഫലമാണ് കർത്താവ് അന്വേഷിച്ചു വരുന്നത്, അല്ലാണ്ട് കുറേ ഇലയല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത കാര്യം, ദൈവം അനുവദിക്കുന്ന നാളെ മുതൽ 2025 ആദ്യത്തെ റിട്രീറ്റ് ആരംഭിക്കുകയാണ്. നിങ്ങളെ ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾ മുഖാന്തരം അനേകം കടന്നു വരുവാനായിട്ട് ഇടയാകണം. ആരും ഇനി അലസരായി ഇരിക്കരുത്. ഞാൻ ഇവിടെ നിന്നപ്പോൾ കർത്താവ് ഓർപ്പിച്ചൊരു കാര്യം ഇതാണ്: ഈ മുമ്പോട്ടേക്ക് പോരും തോറും അനേകർ ആത്മീയത്തിൽ നിന്ന് പോകും. കാരണം പിശാചിൻ അതിൻ്റെ ഹെഡ്ഷിപ്പിലേക്ക് വന്ന് കയറുക, അനേകർ ആത്മീയത്തിൽ നിന്ന് പോകും. അതുകൊണ്ട് ആത്മീയത്തിൽ പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം? ബലാത്കാരികൾ ആയിരിക്കണം. അല്ല എങ്കിൽ ഓട്ടോമാറ്റിക് പിശാചിന്റെ ശക്തി ഇങ്ങനെ കയറി വരികയാണ്. ഒരു ഗ്രാഫ് മുകളിലേക്ക് കയറുന്നത് പോലെ കയറി വരികയാണ്. സഭ മുകളിൽ നിന്ന് താഴേക്ക് ഗ്രാഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നാൽ ബലാത്കാരികളായി നിൽക്കുന്നവർക്ക് മാത്രമേ ഇവിടെ ജയമുള്ളൂ. കാരണം അന്ത്യനാളുകൾ അങ്ങനെയുള്ള നാളുകളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ദൈവം നിങ്ങളേവരെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.